Hello everyone and welcome back to the last class on redemption of debentures chapter. So today we are going to cover one of the most important areas under redemption of debenture, which is how do we deal with redemption of debentures through DRR or sinking fund. Yeah, so let's get started. So last classes in theory പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു redemption of debentures നടത്താൻ പല methods ഉണ്ട് പല രീതിയിൽ നമുക്ക് നടത്താം അതിലൊന്നാണ് സിംഗിൾ ഒരു പേയ്മെന്റ് ആയിട്ട് redemption നടത്തുക എന്നുള്ളത് പിന്നെയോ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കുറേശ്ശെ ആയിട്ട് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കുന്നതാവാം മൂന്നാമത്തേത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കാശ് കൊടുക്കാതെ അവരുടെ ആ ഡിബെഞ്ചേഴ്സിനെ ഇക്വിറ്റി ഷെയർ ആക്കി കൺവേർട്ട് ചെയ്ത് അവരെ ഷെയർ ഹോൾഡേഴ്സ് ആക്കി മാറ്റുന്നത് വൺ ടൈപ്പ് ഓഫ് റിഡംഷൻ ബിക്കോസ് ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ ആ ഡിബെഞ്ചർ എക്സിസ്റ്റിംഗ് അല്ല ബുക്സിൽ അതുകൊണ്ടാണ് റിഡംഷന്റെ കാറ്റഗറിയിൽ അത് വരുന്നത് നാലാമത്തേത് we discussed about purchasing of own debentures company issue ചെയ്ത ഡിബെഞ്ചർ കമ്പനി തന്നെ വാങ്ങിക്കുകയാണ് and main purpose of purchasing those own debentures is to ultimately cancel out your liability. Yeah? So, angane cancellation valiyana redemption of liability of these debentures nadakkunnathu under purchase of own debentures. And fifth is the most important or kind of comparatively complex compared to the other four, which is redemption through a debenture redemption reserve. Yeah? ഇനി ആദ്യം നമ്മൾ പറഞ്ഞ രണ്ട് കേസിലും we have either സിംഗിൾ ലംസം ആണെങ്കിലും ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെങ്കിലും അതിൽ നമ്മൾക്ക് വലിയ തലവേദന ഒന്നുമില്ല കാരണം റിഡംഷന്റെ എൻട്രീസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ് ആദ്യമേ നമ്മൾ ചെയ്യുന്നത് എന്താണ് ബുക്സിലുള്ള ഡിബെഞ്ചർ ലയബിലിറ്റിനെ ക്ലോസ് ഡൗൺ ചെയ്ത് ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് അവരുടെ പേരിലേക്ക് നമ്മൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എമൗണ്ട് റെക്കോർഡ് and then you have to just do what ആ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണം സോ ഈ രണ്ട് കാറ്റഗറിയിലും നമ്മളുടെ ബാങ്കിൽ പൈസ കാണും ആ പൈസ ഒന്നെങ്കിൽ ഒറ്റ ഒരു തവണയായിട്ട് തന്നെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഒരു സിംഗിൾ ഡേയിൽ കൊടുത്തു വിടുക ദാറ്റ് സിംഗിൾ ലംസം രണ്ടാമത്തേതാണെങ്കിലും കുറേശ്ശെ ആയിട്ട് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് പോകുക ഇനി ബാങ്ക് അക്കൗണ്ടിൽ അവിടെ ആ സമയത്ത് പൈസ ഇല്ലെങ്കിൽ കൂടി ഇമ്മീഡിയറ്റ്ലി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ലിക്വിഡ് അസറ്റ്സ് ചിലപ്പോൾ കമ്പനിക്ക് കണ്ടെന്നിരിക്കാം സോ അതിൽ നിന്നും വേണമെങ്കിലും ബാങ്കിന് കമ്പനിക്ക് ഈ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ക്യാരി ഔട്ട് ചെയ്യാവുന്നതാണ് സോ ദീസ് ടു ആർ ഫെയർലി സിമ്പിൾ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ബാങ്കിൽ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ ക്യാഷ് റേസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾക്ക് എന്തെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും അതിൽ നിന്ന് ക്യാഷ് ജനറേറ്റ് ചെയ്യുക കൊടുക്കേണ്ടവർക്ക് കൊടുത്തു വിടുക അത്രയും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ രണ്ട് കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാത്തത് ഈ രണ്ട് എൻട്രീസ് പഠിക്കുമ്പോൾ we are automatically covering these two portions. The third one was conversion into shares, which we have discussed here. ആ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ കയ്യിൽ ബാങ്കിലും കാശ് ആവശ്യമില്ല മിയർലി ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ ഡിബെഞ്ചർ എന്ന് പറയുന്ന ആ ഒരു ഫേസിൽ നിന്ന് അവർ ഇക്വിറ്റി ഷെയർസിൽ ഷെയർ ഹോൾഡർ ആക്കി മാറ്റുന്ന ഒരു ബുക്ക് എൻട്രിയിൽ ചേഞ്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ കമ്പനിയുടെ ബാങ്കിൽ നിന്ന് ഒരു രൂപ പോലും വെളിയിൽ പോകുന്നില്ല so that is also covered under this journal entry. The fourth one was purchase of own debentures, which we did in previous class, which is in relation to investment account എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കുറേശ്ശെ concept borrow ചെയ്തിട്ട് and then we clubbed it along with redemption and then we learned how to go about redemption or cancellation of debenture liability. Now the fifth one is debenture redemption reserve. So let me just take out the theory. Theory akka ningalde textilum available aanu, but I have just cut short into what is just required for working out problems. And ivideyum ini ee debenture redemption reserve ennu parayna concept padikkunnadilana CA CMA students ine korchu changes kaanan pogunnathu. So പലയിടത്തും ഇനി നിങ്ങൾക്ക് ഈ ഒരു ആസ്ട്രിക് മാർക്ക് ഈ ഒരു star symbol കാണാം which indicates that which I have already mentioned in the previous class that there is a change in CA syllabus and CMA syllabus. So നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസ് ഏതാണോ അത് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക അതായിരിക്കണം നിങ്ങളുടെ ബുക്സിലേക്ക് കേൾക്കുന്ന നിങ്ങൾ CA സ്റ്റുഡൻ്റ് ആണെങ്കിൽ CA സ്റ്റുഡൻസിന് വേണ്ടി പറയുന്ന കോൺസെപ്റ്റ് മാത്രം നിങ്ങളുടെ ബുക്കിലേക്ക് എടുത്ത് എഴുതിയാൽ മതി
CMA സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പെർസെൻറ്റേജസോ അല്ലെങ്കിൽ എമൗണ്ട് മാത്രം അല്ലെങ്കിൽ ഏതൊക്കെയാണോ വേരിയേഷൻസ് വരുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള മാത്രം എടുത്തെഴുതുക. CA നെ കുറിച്ച് ബോധേഡ് ആവേണ്ട കാര്യമില്ല. വൈസ് വേഴ്സ. For ease of taking class, I have clubbed everything and just mentioned the changes because changes are not very huge. വളരെ minute ആയിട്ടുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ നോട്ടിലേക്ക് എടുത്തെഴുതുക. അതിന് ഇൻഡിക്കേഷൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ചേഞ്ചസ് ഉള്ള പോയിന്റിലൊക്കെ ഞാൻ ഈ ഒരു സ്റ്റാർ സിംബൽ കൊടുത്തിരിക്കുന്നത്. So let us start. Debenture redemption reserve. So as the name suggests, it's a reserve. എന്താണ് reserve? What is reserve? നമ്മളുടെ P&L നമ്മൾ കുറേ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾക്ക് കിട്ടുന്നു, കുറേ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ എഴുതുന്നു. ഇതെല്ലാം എഴുതി കഴിഞ്ഞ് യു അറൈവ് അറ്റ് ദ നെറ്റ് പ്രോഫിറ്റ് അല്ലേ. ആൻഡ് ദെൻ ഇഫ് യു ഗോ ഇൻ ടു P&L അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്ന അക്കൗണ്ട്സ് ആണ്, അല്ല P&L തന്നെയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഈ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് ബിസിനസ്സിൽ ഉള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ബിസിനസ് ചെയ്യുന്നത് ഓരോ ആവശ്യമായിട്ടുള്ള റിസർവ് മാറ്റി വെക്കുന്നത്. ജനറൽ റിസർവിലേക്ക് ചിലപ്പോൾ കുറച്ച് ട്രാൻസ്ഫർ ചെയ്തെന്നിരിക്കാം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ഈ ഒരു പ്രോഫിറ്റിൽ നിന്നാണ്. അങ്ങനെ നമ്മൾക്ക് ഒരു വർഷം കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് കുറേശ്ശെ എമൗണ്ട്സ് പല ആവശ്യങ്ങൾക്കായിട്ട് കമ്പനി മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. അതിനെയാണ് അപ്രോപ്രിയേഷൻസ് എന്ന് പറയുന്നത്. സോ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇസ് ഓൾസോ എ കൈൻഡ് ഓഫ് appropriation from net profit. So as the name suggests, DRR, Debenture Redemption Reserve, ബാക്കിയുള്ള ഒരു റിസർവിന്റെ ട്രീറ്റ്മെന്റ് പോലെ തന്നെ P&L നിന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന ഒരു എമൗണ്ട് ആണ് DRR. ഈ DRRന് മറ്റൊരു പേരുണ്ട് സിങ്കിങ് ഫണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിങ്കിങ് ഫണ്ട് എന്ന് ചോദിച്ചാലും DRR എന്ന് ചോദിച്ചാലും രണ്ടും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന പേരിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോൺസെപ്റ്റ് രണ്ടും സെയിം തന്നെയാണ്, ഡിഫറെന്റ് പേരുകൾ മാത്രമാണ് ഉള്ളതെന്നേ ഉള്ളൂ. സോ DRR. Now why do we do this? ഈ DRRന്റെ ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിസർവ് ഒക്കെ നമ്മൾ മാറ്റി വെക്കുന്നതിന്റെ കാര്യമുണ്ട്. Let us take up an example in our personal life wherein some of us, നമ്മളുടെ പേരൻസ് ഒക്കെ വർക്കിംഗ് ആയിട്ടുള്ള പേരൻസുകളും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വർക്കിംഗ് ഏൺ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന സാലറിയിൽ നിന്ന് യു മൈറ്റ് സേവ് സം എമൗണ്ട് എവറി മന്ത്, അല്ലെ കുറേശ്ശെ മാറ്റി വെക്കും. നിങ്ങളുടെ പേരൻസ് നമ്മൾ സ്കൂളിൽ വിടുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ വിടുമ്പോഴൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഫീസ് കൊടുക്കാറാകുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നല്ല ഇൻകത്തിൽ നിന്ന് കുറേശ്ശെ എമൗണ്ട് മാറ്റി വെക്കും. വൈ ഡു ദേ ഡു ദാറ്റ്? ടു എൻഷുർ ദാറ്റ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ചെലവ് മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടി ഓൾറെഡി സേവ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. സോ ദാറ്റ് ആ സമയം വരുമ്പോൾ പൈസയ്ക്ക് വേണ്ടി ഓടേണ്ടതില്ല. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറയാം, which is related to hospital expenses. We are all human beings and all of us are prone to diseases. അല്ലേ, എപ്പോൾ വേണമെങ്കിലും ആർക്കും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നെന്നിരിക്കാം. And some of the health issues we might end up spending a lot of money, not only for us elders ആയിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയോ കുട്ടികളായിട്ടുള്ളവർക്കും അങ്ങനെ പല ആൾക്കാർക്കും അല്ലെങ്കിൽ പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും പല സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരികയും അവിടെ ഒത്തിരി കാശ് ചെലവാക്കേണ്ടിയും വരും. അപ്പോൾ രണ്ട് രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ആസ് എ ഇൻഡിവിജ്വൽ, one way is to just spend and live happily with whatever you are earning currently. എന്നിട്ട് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും, ഒരു 5 വർഷം കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ നമ്മുടെ ഫാമിലിയിൽ വരികയാണ്, അതിനൊരു 10 ലക്ഷം രൂപ ചെലവാകുകയാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് hypothetical situation തരികയാണ്. So the person who spends whatever he earns lavishly and lives in his present, he doesn't bother about his future expenses. അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ജീവിക്കുന്നത്? അയാൾ വിചാരിക്കുന്നത് ഭാവിയിൽ ഒരു പ്രശ്നം വരികയോ പൈസയുടെ അത്യാവശ്യം എന്തെങ്കിലും വരികയാണെങ്കിൽ അന്ന് ഞാനതിനെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം, ആരുടെയെങ്കിലും നിന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ somehow I will make a turn around in that situation, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. That is one way of dealing with the uncertain event that can occur in the future.
Another approach is a very conservative ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ. കൺസർവേറ്റീവ് എന്ന് ഉദ്ദേശിച്ചത് പൈസയുടെ കാര്യത്തിലാണ്. അതായത് ഭാവിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പൈസയുടെ അധിക ചെലവുകൾ, ഹോസ്പിറ്റൽ കേസോ, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ലക്ഷറി ഒന്നുമല്ല ഞാൻ പറയുന്നത്, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ചെലവുകൾ നമ്മൾ ഇൻകർ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനൊക്കെ നമ്മളുടെ ഫാമിലിയിൽ ആർക്ക് വേണമെങ്കിലും വരാം. അന്ന് 10 ലക്ഷം രൂപയൊക്കെ ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ 15 ലക്ഷം, അല്ലെങ്കിൽ 2 ലക്ഷം ആകുകയാണെങ്കിൽ കൂടി അന്ന് ഞാൻ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും? It is not possible for me to immediately get it in one day. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആകുമ്പോഴായിരിക്കും അവിടുന്ന് ബില്ല് തരുന്നത്, ഇന്ന് 2 ലക്ഷം അടച്ചില്ലെങ്കിൽ ഈ പ്രൊസീജിയർ നടത്താൻ പറ്റില്ല. So whatever be the situation. So the person who is very conservative and dealing with his money, he might be thinking, what if I incur a future uncertain expense like this? നമ്മൾക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെലവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ അതിനെ അന്ന് മാനേജ് ചെയ്യും? അന്നൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാനും ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ ഓടാതിരിക്കാനും what will I do? I'll be on a safer side and I'll start saving a portion from my salary every month. അപ്പോൾ എല്ലാ മാസവും 1000 രൂപ വെച്ച് ഞാൻ മാറ്റി വെച്ചോളാം, അല്ലെങ്കിൽ കുറേശ്ശെ amount, whatever is comfortable for his living style. അതെല്ലാം അയാൾ സേവ് ചെയ്ത് അയാൾ അതൊരു നല്ലൊരു കോർപ്പസ് ഫണ്ട് ആക്കും. അതായത് നല്ലൊരു എമൗണ്ട് അയാൾ സേവ് ചെയ്ത് വെക്കും. ഒരു 10 ലക്ഷം തന്നെ ആയിരുന്നു വെക്കുക, കുറച്ച് നാൾ സേവ് ചെയ്ത് കഴിഞ്ഞു. And then unfortunately അയാൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു സിറ്റുവേഷൻ അയാളുടെ ഫാമിലിയിൽ വരുന്നു, and he has to pay some money urgently. So അയാൾ എവിടെയും പോയി തേടേണ്ട കാര്യമില്ല, അയാൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഒരു കമ്പനിയിലും റിഡംഷൻ നടക്കുമ്പോൾ, റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് നടക്കുമ്പോഴും ഒരു കമ്പനിയുടെ തോട്ട് പ്രോസസ്സിൽ കൂടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രോസസ്സിങ്ങും നടക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ ആദ്യത്തെ 2 കേസ് wherein redemption of debentures is done either in a single lump sum or in installments. ഇത് നമ്മൾ എക്സാമ്പിൾ, ഹോസ്പിറ്റൽ കേസിന്റെ എക്സാമ്പിൾ പറഞ്ഞ ആദ്യത്തെ ആളെ പോലെയാണ്. wherein company is not bothered whether redemption 5 വർഷം കഴിഞ്ഞ് നടക്കുകയാണോ 10 വർഷം കഴിഞ്ഞ് നടക്കുകയാണോ, അതിനു വേണ്ടി ഇപ്പോഴേ ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല എന്ന് കമ്പനി വിചാരിക്കുകയാണ്. 10 വർഷം കഴിയുമ്പോൾ റിഡംഷൻ നടക്കേണ്ട ദിവസം വരട്ടെ, അല്ലെങ്കിൽ ആ വർഷം വരട്ടെ, അന്ന് ഇതിനെക്കുറിച്ച് തലപുകഞ്ഞ് ആലോചിച്ച് let us arrange funds. Yeah, that is these two concepts. The second approach, very conservative in dealing with money and future ഒരു ലോസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കയ്യിൽ നിന്ന് കുറച്ച് കാശ് പോകാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കുന്ന കമ്പനികൾ can go for what? Saving a bit every time so that ഫ്യൂച്ചറിൽ വരുന്ന ഇത് അൺസർട്ടൺ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒന്നുമല്ല. റിഡംഷൻ ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും 5 കൊല്ലങ്ങൾക്കോ അല്ലെങ്കിൽ 10 കൊല്ലങ്ങൾക്ക് ശേഷം ആ ഡിബെഞ്ചറിന്റെ ലൈഫ് കഴിയുമ്പോൾ ഈ പൈസ നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കണമെന്ന് കമ്പനിക്ക് അറിയാം. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? കൺസർവേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആള് ഭാവിയിലെ അന്ന് 10 വർഷത്തിന് ശേഷം കൊടുക്കേണ്ട പൈസ അന്ന് വലിയൊരു തുകയായിട്ട് പെട്ടെന്ന് എൻ്റെ ബാങ്കിൽ നിന്ന് എടുക്കാതെ കുറേശ്ശെയായിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കാം. എന്നാൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തിന് ശേഷം എനിക്ക് അധികം ടെൻഷനൊന്നും ഇല്ലാതെ ആ സേവ് ചെയ്ത് വെച്ച കാശിൽ നിന്നെടുത്ത് ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ പേയ്മെന്റ് നടത്താം. That is the concept of DRM. Yeah? I'm just trying to link it our personal life so that it's easy for us to understand. Yeah? It's simple, like we all save for a future hospital case. So അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ മക്കൾ വളർന്നു വരികയാണ്, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയോ അല്ലെങ്കിൽ കല്യാണ ചെലവുകൾക്കോ എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വിടാനോ വെളിനാടുകളിലേക്ക് സെറ്റിൽ ആകാൻ മക്കളെ വിടാനോ, അതിനൊക്കെ നമ്മളുടെ പേരൻസ് പൈസ സൂക്ഷിച്ചു വെക്കുകയാണ്. ഇന്നല്ലത് നടക്കുന്നത്, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇന്നേ നമ്മൾ തയ്യാറെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നു. That concept is the basic of DRM. Yeah? So as I said, from P&L you set aside an amount towards DRR, Debenture Redemption Reserve. നമ്മൾക്കറിയാം, കമ്പനിക്കറിയാം ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം ഡിബെഞ്ചർ റിഡീം ചെയ്യണം. അതിന് കുറേശ്ശെയായിട്ട് നമ്മൾ ഏൺ ചെയ്യുന്ന ലാഭത്തിൽ നിന്ന്, നമ്മൾ പേഴ്സണൽ ലൈഫിലെ ഹോസ്പിറ്റൽ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞത് ആ ഓരോ ഇൻഡിവിജ്വലും ഏൺ ചെയ്യുന്ന സാലറി ഇൻകം ആണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ കമ്പനിയുടെ ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് ആണെങ്കിലും അൾട്ടിമേറ്റ്ലി കമ്പനിക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. കാരണം സെയിലിൽ നിന്ന് കിട്ടുന്ന
ഇൻകം പല ചെലവുകൾക്ക് വേണ്ടി അവർ യൂട്ടിലൈസ് ചെയ്യണം. അതും കഴിഞ്ഞിട്ട് മിച്ചമുള്ളതാണ് നമ്മൾക്ക് ഫ്രീ യൂട്ടിലൈസേഷനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിലേക്കൊക്കെ പോകാൻ സഹായിക്കുന്നത്. സോ ഇൻ വ്യൂ പോയിന്റ് ഓഫ് എ കമ്പനി, പ്രോഫിറ്റ് ആണ് അവരുടെ ഇൻകം ആയിട്ട് നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫോർ എ കമ്പനി. സോ സാലറിയിൽ നിന്ന് നമ്മൾ ഇൻഡിവിജ്വൽസ് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ മാറ്റി വെക്കുന്നത് പോലെ കമ്പനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന റിഡംഷന് വേണ്ടി അവരുടെ ലാഭത്തിൽ നിന്ന് കുറേശ്ശെ എമൗണ്ട് എല്ലാ വർഷവും മാറ്റിവെക്കും, which is debenture redemption reserve. Yeah? Now, debenture redemption reserve-ലേക്ക് മാറ്റി വെക്കുമ്പോൾ let us assume debenture redemption reserve-ലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നത് 20 രൂപയാണെന്ന് വിചാരിക്കാം. ഇത് കഴിയുമ്പോൾ എൻ്റെ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്, അതായത് DRR-ലേക്ക് മാറ്റി വെച്ച് കഴിയുമ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് P&L ബാലൻസ് ആയിട്ട് പോകാൻ ഇരിക്കുന്ന എമൗണ്ട് 80 rupees ആണെന്ന് വിചാരിക്കും. So which means 100 rupees ആയിരുന്നു മാറ്റി വെക്കുന്നത്, DRR ആയിട്ട് മാറ്റി വെക്കുന്നതിന് മുന്നേ എൻ്റെ ലാഭം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 20 രൂപ DRR എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെക്കുകയാണ്. Now why is it done? 100 rupees P&L-ൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീലി ഡിസ്ട്രിബ്യൂട്ടബിൾ. എനിക്ക് എന്ത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും ഈ പൈസ ഉപയോഗിക്കാം എന്നൊരു തോന്നൽ P&L നോക്കുമ്പോൾ വായിക്കുന്ന യൂസേഴ്സിന് തോന്നും. 100 rupees ലാഭമുണ്ടല്ലോ, അത് P&L-ൽ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് P&L ഫ്രീലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് P&L-നെയും ജനറൽ റിസർവിനെയൊക്കെ നമ്മൾ ഫ്രീ റിസർവ്സ് എന്ന പേര് വിളിക്കുന്നത്. അവരുടെ മേലെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എന്താവശ്യങ്ങൾക്ക് വേണമെങ്കിലും ബിസിനസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ബിസിനസ്സിന് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന റിഡംഷനിന്റെ സമയത്ത് ഈ പൈസ മുഴുവൻ കാണുമെന്ന് ഉറപ്പൊന്നുമില്ല, അല്ലേ? 10 വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന റിഡംഷന് നമ്മൾ പൈസ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഫ്രീ ഡിസ്ട്രിബ്യൂഷനിൽ കിടക്കുന്ന പ്രോഫിറ്റ് മുഴുവൻ കമ്പനിക്ക് മറ്റാവശ്യങ്ങൾക്ക് ആ 10 വർഷത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? അൾട്ടിമേറ്റ്ലി നമ്മൾ സേവ് ചെയ്ത് ആ 10ാമത്തെ കൊല്ലം എൻ്റെ ഇമ്പാക്റ്റ് ഓൺ ക്യാഷ് ഫ്ലോ കുറയ്ക്കണമെന്ന് വിചാരിക്കുന്ന പർപ്പസ് സാറ്റിസ്ഫൈ ആവില്ല. സോ വാട്ട് ദ കമ്പനി ഡസ്, ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ലാഭത്തിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി റിസർവ് ആക്കി വെക്കുകയാണ്, സ്റ്റേറ്റിംഗ് ദാറ്റ് ഈ DRR-ൽ കിടക്കുന്ന പൈസ മറ്റൊരാവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല. എന്ത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ? റിഡംഷന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ DRR-ലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുള്ള ബാക്കി P&L എമൗണ്ട് 80 രൂപ ബാലൻസ് ഷീറ്റിലേക്ക് പോയാൽ that 80 rupees can be utilized by the company for any purpose because it's a free reserve. പക്ഷേ 20 rupees redemption of debentures-ന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. That is the first concept. Yeah? So we have set aside from our P&L redemption-ന് വേണ്ടി കുറച്ച് പ്രോഫിറ്റ് നമ്മൾ റിസർവ് ആക്കി മാറ്റി വെച്ചു. ഇനി let us come back to I'm coming back to our personal ലൈഫിലെ എക്സാമ്പിളിലേക്ക് തിരികെ വരാം. നമ്മൾ ഓരോരുത്തരും സാലറിയിൽ നിന്ന് കുറേശ്ശെ എമൗണ്ട് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു, അല്ലേ? ആ മാറ്റി വെക്കുന്നത് നമ്മളുടെ അലമാരിയിൽ തന്നെ നമ്മൾ വെക്കുകയാണെന്ന് വെക്കുക. അലമാരിയിൽ തന്നെ വെക്കുകയാണ്. എല്ലാ മാസവും ഞാൻ 1000 രൂപ വെച്ച് മാറ്റി വെക്കുന്നത്. അങ്ങനെ ഒരു 12 മാസം കഴിയുമ്പോൾ ഒരു വർഷം ഞാൻ 12,000 മാറ്റി വെക്കുന്നത്. ഇമാജിൻ I am keeping that aside for 5 years. So I should ideally have 60,000 at my hand. അല്ലേ? എൻ്റെ അലമാരിയിൽ ലോക്കറിൽ എല്ലാ ദിവസവും എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 1000 മാറ്റി വെച്ച് 60,000 രൂപയാണ്. പക്ഷെ 5 കൊല്ലം കഴിയുമ്പോൾ ഹോസ്പിറ്റൽ ചെലവ് വരുന്നത് 6 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. നമ്മൾ സേവ് ചെയ്ത് വെച്ചെങ്കിലും അത് ആക്ച്വൽ ചെലവിൻ്റെ പകുതി പോലും എത്തുന്നില്ല, അല്ലേ? സോ നമ്മളിങ്ങനെ 1000 രൂപ മാറ്റി വെറുതെ എൻ്റെ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഇൻക്രീസ് ആകുമോ? ഇല്ല. നമ്മൾ വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ കാണും. ഇഫ് നോബഡി സ്റ്റീൽസ് ഇറ്റ് ഓർ വി ഡോണ്ട് ലൂസ് ഇറ്റ് ഇൻ എനി അതർ മാനർ. പക്ഷെ നമ്മൾ വെച്ചിരിക്കുന്ന പൈസ എത്രയാണോ അത്ര തന്നെ നമ്മൾക്ക് തിരികെ കിട്ടാൻ പോകുന്നുള്ളൂ. ആൻഡ് വി ആർ ജസ്റ്റ് വേസ്റ്റിംഗ് ദാറ്റ് മണി. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡീഷണൽ ഇൻകം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. സോ വാട്ട് വിൽ ജനറലി ബി ഡൺ ബൈ എ പേഴ്സൺ who is saving this amount? He might not be saving it in his almara in his home.
അയാൾ ഈ 1000 രൂപ എടുത്തുകൊണ്ട് പോയി എല്ലാ മാസവും ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി RD തുടങ്ങുമായിരിക്കും, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ഒരു FD ഇടുകയായിരിക്കും, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇടുകയായിരിക്കും. അങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു മീഡിയത്തിൽ അയാൾ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും, എക്സ്പെക്ടിങ് ആൻ അഡീഷണൽ ഇൻകം ഓൺ ദിസ് 60,000 ദാറ്റ് ഓൾറെഡി ഈസ് ഗോയിങ് ടു സേവ്. 60,000 അയാൾ സേവ് ചെയ്യും, എന്നാൽ അതിൻ്റെ കൂടെ അഡീഷണലി കുറച്ച് വരുമാനം കൂടെ ഏൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ, വെറുതെ ലോക്കറിൽ വെക്കുന്നതിലും നല്ലത്. സോ സെയിം തോട്ട് പ്രോസസ് വിൽ ഗോ ഇൻ ടു എ കമ്പനി. കമ്പനി DRR എന്ന് പറഞ്ഞ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചാൽ കമ്പനിയുടെ ബുക്സിൽ 20 രൂപ അല്ലെങ്കിൽ ബാങ്കിൽ അങ്ങനെ തന്നെ കിടക്കും. പക്ഷെ അതൊരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു എമൗണ്ട് ആണ്, വിച്ച് ക്യാൻ ഹെൽപ്പ് ദ കമ്പനി to pay at the time of redemption. 20 രൂപ മാറ്റി വെച്ച് അയാൾ അത് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ, ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു FD ആയിട്ട് ഇടുകയാണ്, വാട്ട് എവർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ, അവിടെ കൊണ്ട് ഇടുകയായിരുന്നെങ്കിൽ 20 റുപ്പീസ് എന്നുള്ളത് ചിലപ്പോൾ അയാൾക്ക് 50 റുപ്പീസായി കിട്ടിയേനെ ആഫ്റ്റർ സം ടൈം. സോ വിച്ച് മീൻസ് അഡീഷണൽ ഒരു 30 രൂപയും കൂടെ അയാൾക്ക് കിട്ടി. ആ അഡീഷണൽ 30 രൂപ അയാൾക്ക് കിട്ടിയത് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? അയാൾക്ക് ഈ റിഡംഷന്റെ സമയത്ത് ഈ കിട്ടിയ അഡീഷണൽ പൈസ അയാളെ അല്ലെങ്കിൽ ആ കമ്പനീനെ ഹെൽപ്പ് ചെയ്യും. So that is the next part. Just by setting aside a part of profit as DRR doesn't just serve the purpose. What the company will do next? DRR എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്ന പൈസ നമ്മൾ കൊണ്ട് എവിടെയും ഇൻവെസ്റ്റ് ചെയ്യും, which is termed as DRR investment. DRR investment അതായത് DRRന്റെ പർപ്പസിന് വേണ്ടി ഞാൻ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. Or this investment can also be termed as sinking fund investment. DRRന്റെ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പേരാണ് സിങ്കിങ് ഫണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ DRR ഇൻവെസ്റ്റ്മെന്റിന്റെ മറ്റൊരു പേര് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ 20 രൂപ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച പൈസ കമ്പനി ഏതെങ്കിലും ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റിൽ, അധികം റിസ്ക് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അത് നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് അനലൈസ് ചെയ്ത് തീരുമാനിക്കുന്ന ഒന്നോ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിലോ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. എത്ര നാൾ ഇത് നടക്കും? ദിസ് ജനറലി ഹാപ്പൻസ് എവറി ഇയർ. നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ വർഷവും നമ്മൾ എല്ലാ മാസവും സാലറിയിൽ നിന്ന് മാറ്റി വെക്കും ഫോർ 5 years. In our personal case example, same way കമ്പനി ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ആ വർഷം തൊട്ട് റിഡംഷൻ നടക്കുന്ന അന്ന് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ വർഷവും ലാഭവിഹിതത്തിൽ നിന്ന് കുറേശ്ശെ മാറ്റി DRRലേക്ക് മാറ്റി വെക്കും. ആ മാറ്റി വെക്കുന്ന പൈസ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും? ഒരു ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, which will be a DRR or sinking fund investment. Now let us see how does this affect a balance sheet. Now 20 rupees DRR മാറ്റി വെച്ചത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഓർത്ത് വറി ചെയ്യേണ്ട കാര്യമില്ല. Let us quickly discuss that point also. P&L account assume ഈ DRRലേക്ക് മാറ്റുന്നതിന് മുൻപ് 100 രൂപയായിരുന്നു എന്ന് വെക്കാം. സോ ഒരു വർഷം എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് 100 രൂപ കിട്ടിയെന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് എവിടെ കാണും? ഇറ്റ് വിൽ ബി ദെയർ ഇൻ മൈ അസറ്റ്സ് അല്ലേ? ഒരിക്കലും എൻ്റെ അക്കൗണ്ടിങ് ഡ്യുവൽ എൻട്രി കോൺസെപ്റ്റ് അല്ലെ ഡബിൾ എൻട്രി കോൺസെപ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യും. എനിക്കൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പല അസറ്റിൽ കിടപ്പുണ്ട്. ഒന്നെങ്കിൽ എൻ്റെ ബാങ്കിലേക്ക് ആ സെയിലിൽ നിന്ന് വന്ന അഡീഷണൽ ഇൻകം ആയിരിക്കും, ഒന്നെങ്കിൽ ബാങ്കിൽ കിടക്കും, അല്ലെങ്കിലോ ഡെറ്റേഴ്സ് ആയിട്ട് കിടപ്പുണ്ടായിരിക്കും. So every profit that you record on balance sheet in the liability side will have an effect on the asset side generally. അല്ലേ? asset side ലും ഒരു ഇൻക്രിമെന്റ് ഉള്ളതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. I hope that concept is clear. If not, let us quickly discuss ഒരു ക്യാപിറ്റൽ 100 രൂപ വെച്ച് തുടങ്ങിയ ഒരു ബിസിനസ്, 1000 രൂപ വെച്ച് തുടങ്ങിയ ഒരു ബിസിനസ്സുകാരുടെ കാര്യം നമ്മൾ എടുക്കാം. He brings in a initial capital of 1000 to start a business and അയാൾ അത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് ബാങ്കിലാണ്. 1000 രൂപ അയാൾ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതായിരിക്കും എൻട്രി, ആ ഒരു ഡെപ്പോസിറ്റ് കഴിയുമ്പോഴുള്ള ബാലൻസ് ഷീറ്റ്.
ഇനി ഈ 1000 രൂപ വെച്ച് അയാൾ സാധനങ്ങൾ വാങ്ങിച്ച് ട്രേഡ് ചെയ്ത് പല ആൾക്കാർക്കും വിൽക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ബിസിനസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ he earned a profit of 100 എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പല ട്രാൻസാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ എൻ്റെ എൻ്റെ ബാങ്ക് ബാലൻസ് 500 ആയി മാറി. കാരണം ഞാൻ കുറേ ചെലവുകൾ ഇൻകർ ചെയ്തു. അപ്പോൾ ഈ അഡീഷണൽ കിട്ടിയ P&L 100ഉം ഈ ക്യാപിറ്റലും എവിടെയൊക്കെ സ്പ്ലിറ്റ് ആയി കിടപ്പുണ്ടായിരിക്കും. ബാങ്കിൽ ഒരു 500 രൂപയുണ്ട്, അതോടൊപ്പം ചിലപ്പോൾ ഇയാൾ സെയിൽ നടത്തിയ ആൾക്കാർ പൈസ തരാൻ ബാക്കിയുണ്ടായിരിക്കും. അവർ ചില ഡെറ്റേഴ്സ് ആയിട്ട് എൻ്റെ ബുക്സിൽ കാണിച്ചു. ലെറ്റ് us assume that is 200. Then he can have കുറച്ച് അയാളുടെ ക്യാഷിൽ കണ്ടെന്നിരിക്കും. ലെറ്റ് us assume that is 100. ഇനി കുറച്ച് സാധനങ്ങൾ ട്രേഡ് ചെയ്യാൻ വാങ്ങിച്ചത് വിൽക്കാതെ കിടപ്പുണ്ടായിരിക്കും. So let us take that as 300. So which means ഒരു ബാലൻസ് ഷീറ്റ് ക്ലോസ് ആവുമ്പോൾ P&L ഒരു 100 രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് അസറ്റ് സൈഡുകളിൽ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ ഇൻക്രിമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇല്ലാതിരുന്ന ഡെറ്റേഴ്സ് വന്നു, ക്യാഷ് വന്നു, സ്റ്റോക്ക് വന്നു, അല്ലേ? അപ്പോൾ ലോസ് ആണെങ്കിലോ സെയിം വേ. ഒരു P&L ലോസ് ആണെങ്കിൽ 1000 രൂപയ്ക്കാണ് ബിസിനസ് തുടങ്ങിയത്. ബിസിനസ് നഷ്ടക്കച്ചവടമായിരുന്നു, വേറെ ഒരു ഡെറ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ അങ്ങനെ ഒന്നുമില്ല. ബാങ്കിലുണ്ടായിരുന്ന പൈസ 100 രൂപ പോയി, കാരണം ഇറ്റ് വാസ് എ ലോസ്. ആ ലോസ് ആണ് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ അസറ്റ് സൈഡിൽ 100 വരാൻ പോകുന്നത്. സോ 1000 ആയിട്ട് തുടങ്ങിയത് ലാഭത്തിലല്ല നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ ആ 900ൽ നിന്ന് അസറ്റ് സൈഡിൽ നിന്ന് പൈസ കുറച്ച് നഷ്ടപ്പെട്ടു, അതിനെയാണ് ലോസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. സെയിം തിങ് in the opposite manner will be how P&L account അല്ലെങ്കിൽ profit works. So already ഉണ്ടായിരുന്ന ഒരു ഈ വർഷം കിട്ടിയ ഒരു ലാഭമാണെങ്കിൽ ആ ലാഭത്തിന്റെ എഫക്റ്റ് അസറ്റ് സൈഡിൽ കാണും. So I think I have explained a lot. If you already know about it, very well. DRR ഉം DRR ഇൻവെസ്റ്റ്മെന്റും ചിലപ്പോഴെങ്കിലും കുറേ പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. P&L നിന്ന് എടുത്തു എന്നിട്ട് ബാങ്കിൽ നിന്ന് പൈസ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്തായിട്ട് പറയുന്നു. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. സോ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ എം ഗോയിങ് ടു ടേക്ക് അപ്പ് ബാങ്ക് ആസ് 700 ആൻഡ് എളുപ്പത്തിന് വേണ്ടി ഡെറ്റേഴ്സ് ആസ് 400. സോ ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യും. അതായത് ലാഭം കിട്ടി കഴിയുമ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റ് പൊസിഷൻ. ഇനി DRR ക്രിയേറ്റ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ക്യാപിറ്റൽ let us have debentures also. So capital debentures ഉണ്ട്. ഡിബെഞ്ചർ 500 ആണ് നമ്മൾ റിഡീം ചെയ്യാനുള്ളത്. സോ ഈ വർഷം കിട്ടിയ ലാഭം P&L ആണ്. അതിൽ നിന്ന് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? ഈ കമ്പനി ഫ്യൂച്ചറിൽ 5 കൊല്ലങ്ങൾക്ക് ശേഷമോ കുറേ വർഷങ്ങൾക്ക് ശേഷമോ റിഡീം ചെയ്യേണ്ട ഡിബെഞ്ചറിന് വേണ്ടി ഈ P&L നിന്ന് കുറച്ച് എമൗണ്ട് മാറ്റി DRR ആയിട്ട് വെക്കും. So which means the first step is to show P&L അക്കൗണ്ടിൽ നിന്ന് 100 രൂപയിൽ നിന്ന് 20 രൂപ മാറ്റി നമ്മൾ 80 രൂപ and DRR you will show at 20 rupees. Now what does this mean and what does the previous scenario mean? P&L അക്കൗണ്ടിൽ തന്നെ 100 രൂപ കിടന്നാൽ അതിൻ്റെ അർത്ഥം ഈ 100 രൂപയുടെ എഫക്റ്റ് ചിലപ്പോൾ അസ്യൂം ബാങ്കിൽ കിടപ്പുണ്ട്. ആ ബാങ്കിൽ കിടക്കുന്ന 100 രൂപ ബിസിനസ്സിന് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നുള്ള ഫ്രീ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു എമൗണ്ടായി മാറും. പക്ഷേ P&L 80 രൂപയുള്ളെങ്കിലോ ആ 20 രൂപ നമ്മൾക്ക് ബാങ്കിൽ കിടക്കുന്ന 100ൽ 80 രൂപ മാത്രമേ ഫ്രീലി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റിമൈനിങ് 20 gets locked up for the purpose of only redemption. അത് വേറെ ഒന്നിനും നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. So this is the first step. ഇനി DRR ആയിട്ട് നമ്മൾ 20 രൂപ മാറ്റി വെക്കുമ്പോൾ ആ 20 രൂപ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ളതോ അതിന് അടുത്ത് നിൽക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ബാങ്കിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് അസറ്റ്സിൽ നിന്ന് മാറ്റി എങ്ങോട്ടേക്ക് മാറ്റി വെക്കും? ഇൻവെസ്റ്റ്മെന്റ് ഫോർ DRR എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. So then my bank account becomes 600. So
So I hope it is clear. So on liability and capital side, P&L നമ്മൾ 20 രൂപ റിസർവ് ആയി മാറ്റി വെക്കുമ്പോൾ ആ മാറ്റി വെച്ച റിസർവിന് തുല്യമായിട്ടുള്ള ക്യാഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റോ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റിയിടും? ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ദ DRR എന്ന് പറഞ്ഞ് മാറ്റിയിടും. And this will continue till the year of redemption. അപ്പോൾ റിഡംഷൻ്റെ അന്ന് വരെ DRRും കാണും, DRRന്റെ പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റും കാണും. സോ ദെൻ ദീസ് ടു ലെഡ്ജേഴ്സ് ഗെറ്റ് ബ്ലോക്ക്ഡ്. ഇത് വേറെ ഒന്നിനും നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയില്ല. ഏത് വർഷമാണോ ഡിബെഞ്ചർ ബുക്സിൽ നിന്ന് റിഡീമായി ഇല്ലാണ്ടാവുന്നത് അന്ന് മാത്രമേ ഈ രണ്ട് ലെഡ്ജേഴ്സും ബുക്കിൽ നിന്ന് മാറാൻ പാടുള്ളൂ. അതായത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വേറെ ഒരു ആവശ്യങ്ങൾക്കും 20 രൂപ എടുക്കാൻ പറ്റുകയില്ല. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്. സോ ലെറ്റ് us go and ഇത് കുറച്ച് പെർസെൻറ്റേജസും വിച്ച് യു വിൽ ഹാവ് ടു ബൈ ഹാർട്ട്. അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നമ്മൾക്ക് ജേർണൽ എൻട്രീസിലേക്ക് ആദ്യം പോകാം. ആൻഡ് ദെൻ വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ലോ പ്രകാരം എന്തൊക്കെ റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സ്റ്റേജിൽ പഠിക്കും. സോ ദ ഫസ്റ്റ് step is to learn about the journal entries for redemption of debentures through DRR or sinking fund. ഇനി നമ്മൾ 3 ഘട്ടമായിട്ടായിരിക്കും ഇത് പഠിക്കുന്നത്. ഫസ്റ്റ് ഇസ് ആദ്യത്തെ വർഷം ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ വർഷം DRRലേക്ക് എമൗണ്ടുകൾ മാറ്റി തുടങ്ങുന്ന അന്ന് ആ വർഷം തൊട്ട് എങ്ങനെയാണ് എൻട്രീസ് പോകുന്നത്. സോ ഫസ്റ്റ് ഇയറിന്റെ എൻട്രീസ്, പിന്നെ സെക്കൻഡ് ആൻഡ് സബ്സീക്വന്റ് till the year of redemption, and finally year of redemption. ഇതാണ് നമുക്ക് പഠിക്കേണ്ട സെറ്റ് ഓഫ് journal entries. So first year in the endil you will transfer. The first step as we discussed was to remove from this freely distributable P&L എടുത്ത് റിസർവ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുകയാണ് only for the purpose of redemption എന്ന് പറഞ്ഞു. സോ അതായിരിക്കും ആദ്യത്തെ എൻട്രി. P&L account debit to debenture sinking fund or DRR. ഇനി സിങ്കിങ് ഫണ്ടും DRRും ഇന്റർചേഞ്ചബിളി നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വാക്കുകൾ പഠിച്ചു വെച്ചോളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ആസ്ട്രിക് മാർക്ക് അല്ലെങ്കിൽ സ്റ്റാർ സൈൻ കാണാം, വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് CA ആൻഡ് CMAക്ക് ഡിഫറൻസ് ഉണ്ട്. The difference is, I'm going to go to the change also so that നിങ്ങൾ CA സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് ജേർണൽ എൻട്രി ആയിട്ട് പഠിക്കുക, CMAക്കാർക്ക് അത് ആപ്ലിക്കബിൾ ആയിട്ട്. The changes among CA and CMA Intermediate syllabus. The third point, annual appropriation to DRR. അതായത് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ DRRലേക്ക് മാറ്റി വെക്കുന്ന CA ഇന്റർ സ്റ്റുഡൻസിനാണെങ്കിൽ P&L നിന്നാണ് ആ ട്രാൻസ്ഫർ നമ്മൾ നടത്തുന്നത്. P&L account debit to DRR. If you are from CMA background, your syllabus suggests P&L appropriation account debit to DRR. So it is not much of a change. പക്ഷേ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലെക്ചർ കുറച്ചൊരു വ്യത്യാസമുണ്ട്. Therefore നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എപ്പോഴും നല്ലത്. ഈവൻ ദോ ഇറ്റ്സ് എ വെരി മൈന്യൂട്ട് ചേഞ്ച്, കോൺസെപ്ച്വലി ഒരു ഡിഫറൻസും വരുന്നില്ല. പ്രോഫിറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. പക്ഷെ യൂസ് ചെയ്യുന്നത് അപ്രോപ്രിയേഷൻ സ്റ്റേജിൽ വരുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്നും അല്ലെങ്കിൽ അതിന് മുന്നേ ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ വിച്ച് എവർ സ്ട്രീം യു ബിലോങ് ടു ആ എൻട്രി കാണാപ്പാഠം പഠിക്കും. ഇനി ഈ എൻട്രീസിൻ്റെ ലിസ്റ്റിൽ ഞാൻ ഒരെണ്ണം മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ, കൺഫ്യൂഷൻ വരാതിരിക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് CA സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള ജേർണൽ എൻട്രീസ് ആണ്. അപ്പോൾ CMAക്കാർക്ക് ഈ ചേഞ്ച് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ജേർണൽ എൻട്രി ലിസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ്ലി ആയിട്ടുള്ളത് അവിടെ കൊണ്ടുവന്നാൽ മതി. അതായത് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു DRR എന്ന് എഴുതണം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് എൻട്രി in the first year end. രണ്ടാമത്തെ എൻട്രി നമ്മൾ പറഞ്ഞു DRRലേക്ക് മാറ്റി വെച്ചാൽ മാത്രം പോരാ, ആ മാറ്റി വെച്ച എമൗണ്ട് അസറ്റ് സൈഡിൽ കിടക്കുന്ന നമ്മളുടെ ലിക്വിഡ് അസറ്റിൽ നിന്ന് എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് DRR ആക്കിയും മാറ്റി വെക്കണം. സോ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ എൻട്രി വിൽ ബി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഒരു പേയ്മെന്റ് നടത്തുകയാണ്. സോ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. You will name it not just simply investment എന്ന്, DRRന് വേണ്ടി അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ടിന് വേണ്ടിയാണെന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് അറിയണം. Therefore you will have this prefix.
can be either DRR investment or sinking fund investment interchangeably used. ഇനി എവിടെ നിന്നാണ് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ജനറലി ബാങ്കിൽ നിന്നാണ്. സോ ടു ബാങ്ക് അത് തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. 700 രൂപ ഉണ്ടായിരുന്നതിൽ നിന്നെടുത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. സോ ബാങ്ക്. So same as the entry mentioned. In E entry there is no change. It is same for both CA and CMA. So these are the only two entries which happen at the first year when a debenture is issued and you start appropriating for DRR for the purpose of redemption in future. Journal entries നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ fairly simple and you just have to know 2% after the stage for DRR. If that is done, DRR is very simple to crack. Second year and subsequent year, അതായത് ഇഷ്യൂ ചെയ്ത് DRR ലേക്ക് അപ്രോപ്രിയേഷൻസ് തുടങ്ങുന്ന ആ വർഷം കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഇയർ തൊട്ട് സബ്സീക്വന്റ് എത്ര ഇയേഴ്സ്, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 5 വർഷവും 10 വർഷവും ഒക്കെ റിഡംഷൻ പറയുന്നുണ്ട് അല്ലേ, അതാണ് ഡിബെഞ്ചറിന്റെ പീരീഡ് എന്ന് അല്ലെങ്കിൽ ലൈഫ് എന്ന്. സോ ആ രണ്ടാമത്തെ കൊല്ലം തൊട്ട് 9th ഇയർ വരെ till the year of redemption. Subsequent years ഇവിടെ എഴുതിയിട്ടുള്ളൂ. You can add on to gain much more clarity till year of redemption. Till year of redemption. Yeah. So രണ്ടാമത്തെ കൊല്ലം തൊട്ട് ഇയർ ഓഫ് റിഡംഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 വർഷത്തെ ആണെങ്കിൽ സെക്കൻഡ് ഇയർ തൊട്ട് 9th ഇയർ വരെ എല്ലാ വർഷവും ഇതേ സെറ്റ് ഓഫ് എൻട്രീസ് ആയിരിക്കും റിപ്പീറ്റ് ആയിക്കൊണ്ട് ഇരിക്കുന്നത്. സോ the first entry in second and subsequent years is നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇയർ എൻഡിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നു അല്ലേ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിൻ്റെ ഒരു കാര്യം നമ്മളുടെ പൈസ സേഫ് ആയിട്ടിരിക്കാനും അതിനോടൊപ്പം അഡീഷണലി ഒരു ഇൻകം കിട്ടാനും കൂടെ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തോടെ അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഐഡിയലി സ്പീക്കിംഗ് യു ആർ ഗോയിങ് ടു earn that income in next year. So year 1ന്റെ അവസാനം 31 മാർച്ചിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ 2020 അടുത്ത വർഷം അടുത്ത അപ്രോപ്രിയേഷൻ നടത്തുന്നത് നെക്സ്റ്റ് ഇയർ എൻഡിലാണ്. അപ്പോൾ അടുത്ത ഇയർ എൻഡിന് ഈ അപ്രോപ്രിയേഷൻസ് നടത്തുന്നതിന് മുന്നേ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇൻകം നമ്മൾക്ക് കിട്ടും അല്ലേ. ആ ഇൻകം ആയിരിക്കും സെക്കൻഡ് ആൻഡ് സബ്സീക്വന്റ് ഇയറിൽ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. Interest earned on DRR or sinking fund for receipt of interest will be bank account debit to interest on DRR investment. So interest on DRR investment ഒരു income account, credit balance ഉള്ള ഒരു account ആയിട്ട് കിട്ടും. ബാങ്കിലേക്ക് നമുക്ക് പൈസ കിട്ടും. The second entry is transfer of this interest. Now ഇവിടെ ഞാൻ സ്റ്റാർ സിമ്പിൾ ഇട്ടിട്ടുണ്ട്, which means CA and CMA സ്റ്റുഡൻസിന് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ ഡയറക്ട്ലി തന്നിരിക്കുന്ന ഈ എൻട്രി ഇറ്റ്സ് ഫോർ ആപ്ലിക്കബിൾ ഫോർ CA Intermediate students. The entry is ഈ ഇൻട്രസ്റ്റ് ഓൺ DRR ഇൻവെസ്റ്റ്മെന്റിനെ നമ്മളൊരു ജനറൽ ഇൻഡയറക്റ്റ് ഇൻകം പോലെ ട്രീറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്? P&Lലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. Yeah, so I hope it is clear. ഒരു ജനറൽ ഇൻകം പോലെ ട്രീറ്റ് ചെയ്ത് ഇൻഡയറക്റ്റ് ഇൻകം പോലെ ട്രീറ്റ് ചെയ്ത് P&Lലേക്ക് ഈ ഇൻട്രസ്റ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റൊരു എൻട്രിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഈ ഇൻകം എന്താണെന്ന് കാണിക്കാൻ ഇൻട്രസ്റ്റ് ഓൺ DRR ഇൻവെസ്റ്റ്മെന്റ് ലെഡ്ജർ വഴിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ദിസ് എൻട്രി ഈസ് പാസ്ഡ് ഇൻ CA സിലബസ് കൺസിഡറിംഗ് the investment that you have made as a non-cumulative investment. Yeah, non-cumulative investment. So there is one more thing that I would like to mention now. ഈ ഒരു അമെൻമെന്റ് അല്ലെങ്കിൽ ചേഞ്ചസ് CA സിലബസിൽ വന്നത് മെയ് 2020 നടക്കേണ്ട എക്സാമിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെന്റ് ആയിട്ടാണ്. അതിനു മുൻപുണ്ടായിരുന്ന സ്റ്റഡി മെറ്റീരിയലിൽ ഇവിടെ എൻട്രിയെ രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോൾ CA സിലബസിൽ അല്ലെങ്കിൽ CA സ്റ്റഡി മെറ്റീരിയൽ ഈ ഒരു എൻട്രി ഫോർമാറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇഫ് യു ഹാവ് എ സ്റ്റഡി മെറ്റീരിയൽ ഓഫ് പ്രയർ ഇയർ ആൻഡ് യു
see a difference in this, please go and check the latest study material from ICAയുടെ വെബ്സൈറ്റ്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചേഞ്ച് കിട്ടും. അപ്പോൾ CA സ്റ്റുഡൻസ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ സ്റ്റഡി മെറ്റീരിയൽ വേറെ എൻട്രീസ് ആണെങ്കിലും നിങ്ങൾ ഇനി ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു എൻട്രി മാത്രമായിരിക്കും. Now, how is it different for a CMA student? Let's go to the changes. So, CMA students, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. Treatment of interest received on DR. CAയുടെ ഇൻട്രന്റെ കാര്യം പറഞ്ഞു. It is always taken to P&L as an indirect income because you consider the investment as a non-cumulative investment type. Now, what is a cumulative and non-cumulative investment type? ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുന്നത് അതിൽ നിന്നൊരു അഡീഷണൽ ഇൻകം കിട്ടാനാണ്. ആ അഡീഷണൽ കിട്ടുന്ന ഇൻകം തിരികെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ ഇടുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സിനെയാണ് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഒരു വർഷം നിങ്ങൾ FD ഇട്ടു, ഒരു വർഷത്തേക്ക് അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് കിട്ടി. ആ ഇൻട്രസ്റ്റ് എമൗണ്ടും ഒറിജിനൽ FD എമൗണ്ടും കൂടെ വീണ്ടും ഒരു FD ആയിട്ട് അടുത്ത വർഷത്തേക്ക് ഇടുന്നു. That is categorized as cumulative investment. അപ്പോൾ എന്തായിരിക്കും നോൺ ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്? നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം will be used by me as an additional income. അത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു, തിരികെ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. That is non-cumulative investment type. So for that reason, it is taken to P&L for CA Intermediate. ഇതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ച് ഉണ്ടായിരുന്നു CAക്ക് പണ്ട്, പക്ഷെ ഇപ്പോൾ അതില്ല. ആ അപ്രോച്ച് CMA ഇപ്പോഴും നിലനിൽക്കുന്നു. CMA സ്റ്റുഡൻസിന്റെ ഡിസ്കഷനിലേക്ക് വരാം. CMA സ്റ്റുഡൻസിന് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് given in your study material. You can either treat an investment as non-cumulative investment type just like CA പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ you can treat as a cumulative investment. So cumulative എന്ന് വെച്ചാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിലോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എൻട്രി എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ രണ്ട് എൻട്രി ഞാൻ വീണ്ടും ഒന്ന് എടുത്ത് എഴുതിയെന്നുള്ളൂ, ഒരു ഡിഫറൻസ് വരും. നോൺ ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് ഒരു എൻട്രി, ഇൻട്രസ്റ്റ് കിട്ടിയ ആ ഇൻട്രസ്റ്റ് ലെഡ്ജറിനെ P&Lലേക്ക് മാറ്റുന്നതിന് മറ്റൊരു എൻട്രി. ആ രണ്ട് എൻട്രിയാണ് ഇവിടെ. But if it is reinvested, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എൻട്രി സെയിം തന്നെയാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു, ഇൻട്രസ്റ്റ് ആണ് റീസൺ നമ്മൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഇൻട്രസ്റ്റ് ഓൺ DRR ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് വി ട്രാൻസ്ഫർ ടു DRR അക്കൗണ്ട്, നോട്ട് P&L. This portion is only for CMA students. CA students നിങ്ങളുടെ പഴയ സ്റ്റഡി മെറ്റീരിയൽ ഈ ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. അതിപ്പോൾ കണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്, അത് നമ്മളുടെ സിലബസ് CA സിലബസിൽ നിന്ന് മാറ്റിയിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ഇങ്ങനെ വല്ലതും പറയുകയാണെങ്കിലും വരുള്ളൂ, പക്ഷേ സ്റ്റഡി മെറ്റീരിയൽ ചേഞ്ച് വന്ന സ്ഥിതിക്ക്, അമെൻമെന്റ് വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഈ ഒരു പോർഷനെ കുറിച്ച് ബോധേഡ് ആവേണ്ട കാര്യമില്ല. CA students. For CMA students, if an interest is reinvested, ആ ഇൻട്രസ്റ്റ് ലെഡ്ജർ ക്ലോസ് ചെയ്യുന്നത് DRR അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ആണ്. I hope that is clear. That is the difference. Non-cumulative ആണെങ്കിൽ P&Lലേക്ക് മാറ്റും, ഇൻട്രസ്റ്റ് ആണെങ്കിൽ DRRലേക്ക് മാറ്റും. ഇനി അതിനുശേഷം വരാൻ പോകുന്ന എൻട്രിക്കും ഒരു ചേഞ്ച് ഉണ്ട്. സോ ഈ തിയറി ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. Let us go back to the next entry in line എന്നിട്ട് we will discuss. So ഈ രണ്ട് എൻട്രീസ് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ മൂന്നാമത്തെ എൻട്രി is again ഈ വർഷം ട്രാൻസ്ഫർ ചെയ്യേണ്ട DRRലേക്ക് മാറ്റി വെക്കേണ്ട, പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കേണ്ട അപ്രോപ്രിയേഷൻ എൻട്രിയാണ്. ആ അപ്രോപ്രിയേഷൻ എൻട്രി ഓൾറെഡി നമ്മൾ പറഞ്ഞ സെയിം എൻട്രി ആണ്, പക്ഷേ ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കാൻ ഞാൻ വീണ്ടും എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ എല്ലാ വർഷവും ഏതൊക്കെ എൻട്രീസ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. സോ ഇവിടെ അഗെയിൻ ഞാൻ ചേഞ്ച് ഇട്ടിട്ടുണ്ട്, ബിക്കോസ് CMA സ്റ്റുഡൻസ് P&L അപ്രോപ്രിയേഷൻ ആണ് എഴുതുന്നത്, CAക്ക് P&L. Yeah, so I hope that is clear. So third entry is what we have already discussed. The fourth entry is investment. അതായത് ഈ അപ്രോപ്രിയേഷൻ കഴിഞ്ഞ് വരുന്ന അടുത്ത എൻട്രി എന്തായിരുന്നു? അപ്രോപ്രിയേറ്റ് ചെയ്ത് മാറ്റി വെച്ചത് അഗൈൻ ബാങ്കിൽ നിന്ന് എടുത്ത് നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. വാട്ട് ഇസ് ദ ചേഞ്ച്? എൻട്രി സെയിം ആണ്, Debentures, sinking fund, investment account and 2 bank. But what is the change given here?
changes mentioned or changes only for CMA students. CA students worry ചെയ്യേണ്ട കാര്യമില്ല. DRRലേക്ക് എത്ര മാറ്റിയോ ആ വർഷം അത് തന്നെ വീണ്ടും പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. But for CMA student, if your investment was treated as a cumulative sinking fund or cumulative DRR investment and the interest received was reinvested ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു DRR നമ്മൾ എൻട്രി ചെയ്യും അല്ലേ. അപ്പോൾ അതിന് ശേഷം എന്ത് എൻട്രി ആയിരുന്നു വരുന്നത്? ആഫ്റ്റർ ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പിൽ തന്നെ നോൺ ക്യുമുലേറ്റീവ് സിങ്കിങ് ഫണ്ട് ആണ് നമ്മൾ പറഞ്ഞ എൻട്രീസ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ക്യുമുലേറ്റീവ് സിങ്കിങ് ഫണ്ട് ഈ രണ്ട് എൻട്രി കഴിഞ്ഞാൽ മൂന്നാമത് വരേണ്ടത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു DRR അല്ലേ. ഇതാണ് മൂന്നാമത്തെ എൻട്രി. നാലാമത്തെ എൻട്രി ആയിരുന്നു DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യും. But when it is a cumulative sinking fund, നമ്മൾ DRR investment to bank എന്ന് പറഞ്ഞ് ഐഡിയലി റെക്കോർഡ് ചെയ്യേണ്ടത് ഈ മാറ്റി വെക്കുന്ന DRR amount ആണ് അല്ലേ. പക്ഷേ ക്യുമുലേറ്റീവില് അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ഈ ഇൻട്രസ്റ്റിന്റെ എൻട്രിയിലും DRRലേക്ക് ഒരു ക്രെഡിറ്റ് പോകുന്നുണ്ട്. വിച്ച് മീൻസ് ഈ ഇൻട്രസ്റ്റ് എമൗണ്ടും ഞാൻ ബാങ്കിൽ കിട്ടിയത് തിരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എൻട്രിയിലല്ല ഡിഫറൻസ്, പക്ഷെ ഇവിടെ എഴുതാൻ പോകുന്ന എമൗണ്ട് വിൽ ബി ഈ വർഷം അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന DRR പ്ലസ് ഇതിനു മുൻപുണ്ടായിരുന്ന സെക്കൻഡ് എൻട്രിയിൽ വരുന്ന ഇൻട്രസ്റ്റും കൂടെ ചേർത്താണ് നമ്മൾ സെക്കൻഡ് ടു സബ്സീക്വന്റ് ഇയർ ടിൽ ഇയർ ഓഫ് റിഡംഷൻ വരെ റീഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഏത് കേസിൽ മാത്രം ഇഫ് ഇറ്റ്സ് എ ക്യുമുലേറ്റീവ് സിങ്കിങ് ഫണ്ട് investment. You need not bother about all this if it's a non-cumulative sinking fund. കാരണം ആ ഇൻട്രസ്റ്റ് നമ്മൾ DRRലേക്കല്ല മാറ്റുന്നത്, പകരം P&Lലേക്കാണ്. സോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്ര മാത്രമാണ്? DRRലേക്ക് നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ടിന് തുല്യമായിട്ടുള്ളത് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. സോ ദിസ് ചേഞ്ച് or this point is applicable only for CMA students, and it is applicable only when your investment type is a cumulative sinking fund. അത് ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ തരും, അല്ലെങ്കിൽ you can make a note of what you are going to take up. എന്തെങ്കിലും ഇൻഡിക്കേഷൻ തരുന്നുണ്ട് ക്യുമുലേറ്റീവ് ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഒരു ഇൻഡിക്കേഷനും ഇല്ലെങ്കിൽ ഈസിയസ്റ്റ് വേ ഇസ് നോൺ ക്യുമുലേറ്റീവ് ആയിട്ട് അസ്യൂം ചെയ്യുന്നതാണ്. അല്ല നിങ്ങൾക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് തന്നെ അസ്യൂം ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അതൊരു അസംഷൻ ആയിട്ടോ നോട്ടായിട്ടോ ബുക്സിലേക്ക് കൊണ്ടുവരും. So with that, second and subsequent years ലുള്ള എല്ലാ എൻട്രിയും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വർഷവും ഇതേ എൻട്രി ഇതേ എമൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യും. നാലാമത്തെ വർഷം അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ടിൽ 9 years. ചേഞ്ച് വേണ്ടത് ഈ പോയിന്റ്സിലൊക്കെയാണ്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് എടുക്കുക. ഇനി ഒരു വർഷം ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റും അടുത്ത വർഷം നോൺ ക്യുമുലേറ്റീവ് ഒന്നുമായി മാറില്ല ഫോർ CMA സ്റ്റുഡൻസ്. ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ത്രൂ ഔട്ട് ദ ലൈഫ് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ക്യുമുലേറ്റീവ് investment only. So these 4 entries will get repeated every year till last year ന് തൊട്ട് മുൻപ് വരെ, സെക്കൻഡ് ലാസ്റ്റ് ഇയർ വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ലാസ്റ്റ് ഇയർ റിഡംഷൻ നടക്കേണ്ട വർഷവും ആദ്യത്തെ 2 എൻട്രി സെയിം ആയിരിക്കും. ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നു, ആ ഇൻട്രസ്റ്റ് ക്യുമുലേറ്റീവ് ആണെങ്കിൽ CMA സ്റ്റുഡൻസ് ആ കോൺസെപ്റ്റ് വെച്ചോളുക. റീഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞ് DRRലേക്ക് മാറ്റണം. നോൺ ക്യുമുലേറ്റീവ് ആണ് അല്ലെങ്കിൽ CA സ്റ്റുഡൻസിന് അതെപ്പോഴും P&Lലേക്ക് മാറ്റുന്നു. മൂന്നാമത്തെ എൻട്രിയും സെയിം ആയിരിക്കും. അതായത് P&L അപ്രോപ്രിയേഷനിൽ നിന്നോ P&Lൽ നിന്നോ ഈ വർഷത്തേക്ക് വേണ്ടിയും നമ്മൾ ഒരു എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്ത് വെക്കും. സോ വിച്ച് മീൻസ് സെക്കൻഡ് ആൻഡ് സബ്സീക്വന്റ് ഇയേഴ്സിന്റെ ആ സെക്ഷനിലെ ആദ്യത്തെ 3 എൻട്രിയും അവസാനത്തെ വർഷവും നടക്കും. ഫസ്റ്റ് 3 entries are common for these 2 set of years. അപ്പോൾ എവിടെ നിന്നാണ് ചേഞ്ച് വരുന്നത്? നാലാമത്തെ എൻട്രി എന്തായിരുന്നു? തലേ വർഷം വരെ ഈ എമൗണ്ട് മാറ്റി വെച്ചത് പോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ അവസാനത്തെ വർഷം അല്ലെങ്കിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? റിഡംഷന്റെ സമയത്ത് എനിക്ക് പൈസ സേഫ് ആയിട്ട് ആൻഡ് സെക്യൂർ ആയിട്ട് എവിടെയെങ്കിലും വേണം, അവിടെ നിന്ന് എടുത്ത് എനിക്ക് റിഡംഷൻ ഒരു പരിധി വരെ നടത്താൻ പറ്റണം അല്ലേ. അപ്പോൾ റിഡംഷൻ നടത്തേണ്ട സമയമാകുമ്പോഴും നമ്മൾ വീണ്ടും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കും കൂടെ വീണ്ടും ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്.
So which means in the year of redemption you are not going to invest, but you are going to sell all those investments you had made for the purpose of redemption. Redemption വേണ്ടി നിങ്ങൾ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിനെയൊക്കെ വിറ്റ് നിങ്ങൾ കാശ് നേടണം. ആ കാശ് ഉപയോഗിച്ചായിരിക്കും റിഡംഷൻ ഒരു പരിധി വരെ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഫുൾ എമൗണ്ടും റിഡംഷൻ ഉള്ളത് ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ കിട്ടണമെന്നില്ല. കുറെയൊക്കെ അവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ മറ്റ് ലിക്വിഡ് അസറ്റ്സിലോ കാണും. അതും ഈ DRR ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് കിട്ടുന്ന പൈസയും കൂടെ ചേർത്താണ് റിഡംഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. From what we have learned till now is ഈ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ വിൽക്കുന്നു. വിറ്റ് കിട്ടുമ്പോൾ എൻട്രി എന്തായിരിക്കും എഴുതുക? ബാങ്കിലേക്ക് പൈസ വരും, DRR ഇൻവെസ്റ്റ്മെന്റ് ക്ലോസ് ചെയ്യണം. Yeah, so that is the fourth entry. But you might end up in a situation wherein DRR ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു ലാഭമോ നഷ്ടമോ ആയിരിക്കും വരുന്നത്. ആ ലാഭമാണോ നഷ്ടമാണോ എന്താണെങ്കിലും അത് എങ്ങോട്ടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും? DRR ഇൻവെസ്റ്റ്മെന്റിൽ നിന്നെടുത്ത് DRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ പ്രോഫിറ്റ് ആണെങ്കിൽ DRR ഇൻവെസ്റ്റ്മെന്റിന് എന്ത് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക? ഇൻവെസ്റ്റ്മെന്റ് ആണ്, അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. വെൻ യു ആർ സെല്ലിങ് ഇറ്റ്, ഇവിടെ 100 ആണെങ്കിൽ സെല് ചെയ്യുമ്പോൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾക്ക് 120 രൂപയായിരിക്കും കിട്ടുന്നത്. വിച്ച് മീൻസ് യു ഹാവ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20 rupees. ഈ പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? വി ട്രാൻസ്ഫർ ടു DRR എന്ന് പറഞ്ഞ് സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. സോ എൻട്രി എന്തായിരിക്കും? DRR ഇൻവെസ്റ്റ്മെന്റിനെ ഡെബിറ്റ് ചെയ്യും, DRRനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി നഷ്ടമാണെങ്കിലോ 100 rupees worth of investment I sold for only 80 rupees, which means you made a loss on sale of investment and that loss also will go to DRR. Loss in the case il entry എന്തായിരിക്കും? DRR account debit to DRR investment. അതായത് DRR is nothing but profit പോലെ representation ഉള്ള ഒരു ledger ആണ്. പ്രോഫിറ്റിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇവിടെ വന്നിരിക്കുന്ന ലോസ് ആണെങ്കിൽ ആ ബാലൻസിന്റെ ഓപ്പോസിറ്റ്, അതായത് DRRലേക്ക് ഡെബിറ്റ് പോകും. This you need not by heart. If you by heart is also fine. ഇത് by heart ചെയ്തില്ലെങ്കിലും ആ ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എൻട്രി വന്നോളും. The next step will be investments ഒക്കെ വിറ്റു. എന്തിനു വേണ്ടിയാണ് നമ്മളിത് വിറ്റത്? റിഡംഷൻ നടത്താൻ വേണ്ടി. അപ്പോൾ അടുത്ത എൻട്രി നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്ന എൻട്രിയാണ് പെർസെൻറ്റേജ് ഡിബെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഇവിടെ ആ പ്രീമിയത്തിന്റെ ആ പോയിന്റ് ഞാൻ എഴുതിയില്ലെന്നേ ഉള്ളൂ. പ്രീമിയം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ആ ലൈൻ ഐറ്റം കൂടെ വരും. ഇവിടെ എഴുതിയില്ലെന്നേ ഉള്ളൂ, ബിക്കോസ് വി ആർ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ ഇൻ പ്രയർ സ്റ്റേജ്. ആൻഡ് ഫൈനലി ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുത്ത് പോകും. So these are the major entries. Another major entry ഉണ്ട്, which ഞാൻ important note ആയിട്ടാണ് തന്നിരിക്കുന്നത്, so that you remember it thoroughly. If you see, നമ്മൾ ഓപ്പൺ ചെയ്ത 2 സ്പെസിഫിക് അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു ഈ റിഡംഷൻ പർപ്പസിന് വേണ്ടി. ഒന്ന് DRRും മറ്റൊന്ന് DRR ഇൻവെസ്റ്റ്മെന്റും ആണ് അല്ലേ? അപ്പോൾ ഈ DRR ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിറ്റ് ക്ലോസ് ചെയ്തു. പക്ഷെ DRR ക്ലോസ് ചെയ്തോ? ഇല്ല. DRR ക്ലോസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് ബുക്സിൽ ഒരു ഡിബെഞ്ചർ എന്ന് പറയുന്ന ലയബിലിറ്റി ഈ ദിവസം കഴിഞ്ഞാൽ ഇനിയില്ല. പക്ഷേ റിഡംഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട്, വിച്ച് ഈസ് എ റോങ് പ്രസന്റേഷൻ ഓഫ് ഓർ എൻ ഇൻകറക്റ്റ് പ്രസന്റേഷൻ ഓഫ് മൈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബിക്കോസ് ഐ ഡു നോട്ട് ഹാവ് എനി ഡിബെഞ്ചേഴ്സ് present in my balance sheet to redeem in future. അത് ഓൾറെഡി റിഡംഷൻ കഴിഞ്ഞു. സോ വിച്ച് മീൻസ് ഇനി ഈ DRRന്റെ ആവശ്യം നമ്മൾക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ DRRനെ തിരിച്ച് നമ്മളുടെ ബുക്സിലേക്ക് സാധാരണ ഒരു ഫ്രീ റിസർവ് ആക്കി നമ്മൾ കൊണ്ടുവരികയാണ്. സോ ഇൻ ഷോർട്ട് ഓർ ഇൻ നട്ട്ഷെൽ, DRR എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്നത് എന്താണ്? DRR നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ ideally we are setting aside an equivalent amount of cash for the purpose of redemption future. കുറച്ച് ക്യാഷ് നമ്മൾ റിസർവ് ആയിട്ട് മാറ്റി വെക്കണം. ആ ക്യാഷ് നമ്മൾക്ക് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് കഴിഞ്ഞപ്പോൾ അല്ലേ? ഇനി എനിക്ക് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. സോ ഈ മാറ്റി വെച്ച DRR ഞാൻ എന്ത് ചെയ്യും? I will reverse it. Now how will I reverse? We don't generally take it back to P&L, because P&L സാധാരണ വരുന്നത് അഡീഷണൽ ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അങ്ങനെയൊക്കെയാണ് അല്ലേ? ഇത് ഒരു ഇൻഡയറക്റ്റ് ഇൻകം ഒന്നുമല്ല. ഇറ്റ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് എ
ക്യാപിറ്റൽ ഐറ്റം പോലെ ട്രീറ്റ് ചെയ്യാവുന്ന ഒരു ഗെയിൻ ആണ്. സോ ദെയർഫോർ പി ആൻഡ് എല്ലിൽ നിന്നാണ് മാറ്റിയതെങ്കിലും നമ്മൾ ഈ DRR അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ജനറൽ റിസർവിലേക്ക്, അതായത് മറ്റൊരു ഫ്രീ റിസർവിലേക്ക് നമ്മൾ ഇതിനെ തിരികെ പോസ്റ്റ് ചെയ്യും. സോ ബോത്ത് ആർ ഓൾമോസ്റ്റ് സെയിം. പി ആൻഡ് എല്ലും ജനറൽ റിസർവ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രണ്ട് ലെഡ്ജറാണ്. അപ്പോൾ ജനറൽ റിസർവ് സേഫർ ബെറ്റർ ആയിട്ട് എടുത്ത് നമ്മൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഹൗ മച്ച് എമൗണ്ട് ഷുഡ് യു ട്രാൻസ്ഫർ? You transfer only the amount equal to face value of debentures redeemed. എത്ര ഡിബെഞ്ചർ നിങ്ങൾ റിഡീം ചെയ്തോ അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ ആ ഫേസ് വാല്യൂ മാത്രമാണ് DRRൽ നിന്ന് എടുത്തു മാറ്റി ജനറൽ റിസർവിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. So after that entry is passed, DRR account debtor to general reserve ന്റെ ഫേസ് വാല്യൂ ട്രാൻസ്ഫർ നടന്നു കഴിയുമ്പോൾ DRR അക്കൗണ്ടിലേക്ക് വീണ്ടും ഒന്ന് റീവിസിറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്ലോസ് ആയില്ലെങ്കിൽ ഒരു ലാഭമോ ഒരു നഷ്ടമോ കാണും ആ ബുക്സിൽ അല്ലേ, അതായിരിക്കും ക്ലോസ് ആവാത്തതിന്റെ റീസൺ. ഇഫ് ഇറ്റ് ഈസ് എ സർപ്ലസ്, അതായത് DRR അക്കൗണ്ടിൽ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ പോലെയാണ് ഈ എൻട്രി കഴിഞ്ഞും കാണുന്നതെങ്കിൽ transfer that gain or surplus to capital reserve. If there is any shortfall in DRR account after this transfer, take it to profit and loss account. So I hope journal entries ellam clear. Idana DRR ന്റെ journal entry and idana ledger preparation ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത്. So I hope it is clear to you. Now we move on to another important point wherein minimum maintain ചെയ്യേണ്ട DRRും DRR ഇൻവെസ്റ്റ്മെന്റും നമ്മൾക്ക് ലോ പ്രകാരം തന്നിട്ടുണ്ട്. അതൊന്ന് നമ്മൾക്ക് നോക്കാം. ആസ് പെർ ആക്ട് പറയുന്നത് DRR should be maintained by companies other than bank, NBFC, any financial institution, other listed companies. So in short or in nutshell, it says that every other unlisted company should maintain a DRR. ഇനി എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അവിടെയും ഒരു ചേഞ്ച് ഉണ്ട് among CA and CMA students. So whichever is applicable for you, please remember only that percentage. Now whatever be the percentage, it has to be computed on the total outstanding issued debentures. DRR ക്രിയേറ്റ് ചെയ്യുന്ന അന്ന് ബുക്സിൽ എത്ര ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഇപ്പോഴും ലൈബിലിറ്റി ആയിട്ട് കിടപ്പുണ്ട് അതിന്മേലാണ് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുന്നത്. എത്രയാണ് അപ്ലൈ ചെയ്യേണ്ടത്? CA സ്റ്റുഡൻസ് ആണെങ്കിൽ DRR requirement for unlisted companies. If it's CA inter students, you have to consider or take to DRR only 10% of total outstanding issued debentures. If it's a CMA student, you have to take 25% of total outstanding issued. Percentage ആണ് changes. CA ക്ക് 10 ഉം 25 ആണ് CMA ക്ക്. Latest amendment ആണ് in പ്രാക്ടിക്കൽ വേൾഡിലും വന്നത് 10%. അമെൻമെന്റ് ഇതുവരെ CMA സിലബസിലേക്ക് വരുന്നതേ ഉള്ളൂ. സോ റൈറ്റ് നൗ ഇറ്റ് ഇസ് 25%. ബട്ട് ഐ വുഡ് റിക്വസ്റ്റ് CMA സ്റ്റുഡൻസ് ടു പ്ലീസ് റീവിസിറ്റ് ബിഫോർ യുവർ എക്സാം. നിങ്ങളുടെ സൈറ്റ് ഒന്നും കൂടെ പോയി നോക്കുക, ഈ പെർസെൻറ്റേജ് മാറിയിട്ടുണ്ടോ നോക്കുക, 10 ആയിട്ടുണ്ടോ. അങ്ങനെ ഒരു അമെൻമെന്റ് കാണുന്നില്ലെങ്കിൽ യു വിൽ ഹാവ് ടു സ്റ്റിൽ ഫോളോ 25%. അമെൻമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ അമെൻമെന്റിൽ പറയുന്ന പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുക. If no amendment, you will have to stick on to 25%. So എന്താണ് ഈ 25% നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ ജേർണൽ എൻട്രിയിൽ പറഞ്ഞിരുന്നു എല്ലാ വർഷവും you appropriate some amount to from P&L to DRR അല്ലേ. ഈ അമെൻമെന്റ് തരുന്നതിന് മുൻപ് കുറച്ചും കൂടെ പ്രസക്തി ഉണ്ടായിരുന്നത് ജേർണൽ എൻട്രീസ് ഒക്കെ നമ്മൾക്ക് അറിയാമോ എന്നുള്ളൊരു ടെസ്റ്റിലായിരുന്നു. But after this amendment has come in, the study materials is also changed wherein they are testing whether you know this amendments in percentages also. So therefore journal entry presentation മാത്രമല്ല ഈ percentage നമ്മൾക്ക് അറിയാമെന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. So therefore ഈ എൻട്രിയിൽ വരേണ്ട എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഈ പെർസെൻറ്റേജിന്റെ ഇമ്പോർട്ടൻസ് ലൈ ചെയ്യുന്നത്. സോ ഇവിടെ P&L അക്കൗണ്ട് ഓർ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു DRR എന്ന് പറഞ്ഞ് നേരത്തെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് എമൗണ്ട് ഡയറക്ട്ലി തരും, എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലെ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴും അങ്ങനെ വരില്ല എന്നല്ല, അങ്ങനെ വന്നേക്കാം. ബട്ട് നൗ ഫോക്കസ് ഹാസ് ഷിഫ്റ്റഡ് ടു testing whether you know about this percentage, and if you know about this percentage, you know that DRR like
മാറ്റി വെക്കേണ്ട എമൗണ്ട് ഈ 10% അല്ലെങ്കിൽ 25% അപ്ലൈ ചെയ്താണ്. അപ്പോൾ ആ പെർസെൻറ്റേജ് ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചർ ലയബിലിറ്റി സൈഡിലുള്ളതിലേക്ക് അപ്ലൈ ചെയ്യുക, എമൗണ്ട് അറൈവ് ചെയ്യുക. ആ എമൗണ്ട് ആയിരിക്കും ഈ എൻട്രിയിൽ ഫിക്സ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് DRR. ഇനി ഗോൾഡൻ റൂള്, റിഡംഷൻ്റെ സമയത്ത് നമ്മൾ ഇവിടെ കുറച്ച് repetition വന്നിട്ടുണ്ട്. റിഡംഷൻ്റെ സമയത്ത് you will have to check whether at the time of redemption, golden rule, and that is applicable for both CA and CMA. The golden rule is that at the time of redemption, always check whether your DRR is sufficient. അതായത് റിഡംഷൻ്റെ ആ വർഷം ബുക്സ് ആണ് നമ്മൾക്ക് മോസ്റ്റ്ലി തരുന്നത്. അത് അങ്ങനെയാണ് തരുന്നതെന്ന് അസ്യൂമും ചെയ്യും തന്നിട്ടില്ലെങ്കിൽ. And at the time of redemption, നിങ്ങൾ ആദ്യമേ പോയി ചെക്ക് ചെയ്യേണ്ടത് DRR ആണ്. DRR അക്കൗണ്ടിൽ എത്ര ബാലൻസ് കിടപ്പുണ്ട് എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു എൻഷുർ വെദർ DRR ൽ ഇപ്പോൾ കിടക്കുന്ന എമൗണ്ട് ഇസ് വെദർ ഇറ്റ് ഈസ് ഈക്വൽ ടു CA സ്റ്റുഡൻ്റ് ആണെങ്കിൽ 10% ഓഫ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഇഷ്യൂ ഡിബെഞ്ചേഴ്സ് എമൗണ്ട് ആണോ അതോ 25, അത്രയെങ്കിലും ഉണ്ടോ, മിനിമം അത്രയെങ്കിലും വേണം. അതിന് കൂടി കിടന്നാലും കുഴപ്പമില്ല, സഫീഷ്യൻ്റ് ആണോ അല്ലയോ നോക്കണം. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ വാട്ട് ഈസ് പ്രിസ്ക്രൈബ്ഡ് ആസ് പെർ ലോ ഫോർ CA and CMA സ്റ്റുഡൻസ്, then you will have to create additional sufficient DRR to ensure that these percentages are met. കാരണം എപ്പോഴും DRR മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇത്ര എമൗണ്ടിനാണ് മിനിമം എന്ന് ലോയിൽ പറയുന്നത്. സോ റിഡംഷൻ നടക്കാൻ പോവുകയാണെങ്കിൽ കൂടി ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ പെർസെൻറ്റേജ് മിനിമം മീറ്റ് ചെയ്യുന്നുണ്ടോ. ഇല്ലെങ്കിൽ ആ എൻട്രി വേണം ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് റിഡംഷനിലേക്ക് നമ്മൾ മുൻപോട്ട് പോകും. ഇനി അടുത്തത് പറയുന്നത് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെയും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന DRR നടത്തണമെന്ന് പറഞ്ഞു അല്ലേ. ലോ പ്രകാരം ദേ ആർ ഗിവിംഗ് യു who all has to make debenture investment, എവിടെയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. So that theory I have taken from the study material, so you can read all that. The important point here is to ensure that you have, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, shall investment. ഇത് സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെ തന്നെ ലോയിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. അത് ഡീറ്റെയിലി ഒന്നും നിങ്ങൾ വായിച്ചെടുത്താൽ മതി. who has to create, എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾക്ക് ഇടാൻ പറ്റുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൗ മച്ച് യു ഷുഡ് മെയിൻറ്റെയിൻ ആസ് DRR ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ പറയുന്നു. ആ സെയിം പോയിന്റ് തന്നെയാണ് ഏറ്റവും താഴത്തെ പാരഗ്രാഫിലും തരുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ദ amount remaining deposited or invested, അതായത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന DRR amount shall not at any time fall below 15% of amount debenture amount maturing during 31st March of that year. അതായത് ഒരു വർഷം, let us assume 2020, അപ്പോൾ മാർച്ച് 31, 2021 മച്ചുവർ ആകാൻ പോകുന്ന ഡിബെഞ്ചർ എമൗണ്ട് എത്രയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത്രയും ഡിബെഞ്ചർ എമൗണ്ടിന്റെ 15% കുറയാതെ DRR ഇൻവെസ്റ്റ്മെന്റ് നമ്മൾക്ക് ബുക്സിൽ വേണം. സോ ഏതെങ്കിലും ഒരു വർഷം എടുക്കുക, ആ വർഷം തീരുന്ന 31 മാർച്ചിന് എത്ര ഡിബെഞ്ചർ മച്ചുവർ ആകുമെന്ന് ചെക്ക് ചെയ്യുക. ആ മച്ചുവർ ആകാൻ പോകുന്ന ഡിബെഞ്ചർ എമൗണ്ടിന്റെ 15% എങ്കിലും മിനിമം DRR ഇൻവെസ്റ്റ്മെന്റ് കാണും. സോ അതാണ് DRR ഇൻവെസ്റ്റ്മെന്റ്. സോ ഐ ഹോപ്പ് ദിസ് ഇമ്പോർട്ടൻറ്റ് തിയറി ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഈ ചേഞ്ചസ് നമ്മൾ പറഞ്ഞ എല്ലാ ചേഞ്ചും ഇവിടെ കവർ ആയിട്ടുണ്ട്. ഞാനത് ഒരു പിക്ചർ ഫോർമാറ്റിൽ കുറച്ചുകൂടെ ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പത്തിന് എഴുതിയെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ രണ്ടും നിങ്ങളുടെ ബുക്സിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ CA സ്ട്രീം ആണോ CMA ആണോ നോക്കുക, നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് മാത്രം എഴുതി എടുക്കുക. സോ റിമെമ്പർ ദീസ് പെർസെൻറ്റേജസ്. 15% ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അത് CA CMA സ്റ്റുഡൻസിന് കോമൺ ആണ്, 15% തന്നെയാണ്. മാറ്റമുള്ളത് DRR ക്രിയേഷന്റെ പെർസെൻറ്റേജിൽ മാത്രമേ. CAക്ക് അത് 10%, CMAക്ക് അത് 25%. Yeah, so let us not waste any time and go and work out certain problems related to this DRR.
എക്സ്റ്റെൻസീവ് ആയിട്ട് ജേർണൽ എൻട്രീസ് ഒക്കെ എല്ലാ വർഷത്തെയും പഠിച്ചെങ്കിലും ഇപ്പോൾ കുറച്ച് അമെൻമെന്റ് വന്നതിൽ പിന്നെ കണ്ടിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലും RTPസിലേക്കാണെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതലും കുറച്ചും കൂടെ സിംപ്ലർ ആണ്, വിച്ച് മീൻസ് അവർ ചോദിക്കുന്നത് ഇയർ ഓഫ് റിഡംഷനിലെ മാത്രം അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ് കൂടുതലും. സോ ദെയർഫോർ നമ്മളും വർക്ക്ഔട്ട് ചെയ്യുന്നത് അതേപോലെ സിംപ്ലർ ആയിട്ടുള്ളത്. ബട്ട് ഇഫ് അറ്റ് ഓൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫുൾ ലെങ്ത് പ്രോബ്ലം വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കാനും കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്കും വേണ്ടിയാണ് we have taken up all this journal entries from the start of the year or from the first year. ഇത് ചോദിക്കില്ല എന്നല്ല, ചോദിച്ചേക്കാം, ദർ ഇസ് എ ചാൻസ്. പക്ഷേ സ്റ്റഡി മെറ്റീരിയൽസിലൊക്കെ കൂടുതലുള്ളതും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സിംപ്ലർ ക്വസ്റ്റ്യൻ ആണ്. സോ therefore we are taking such questions for our practice. On 1st April 2011, in MK Limited's unlisted company other than All India Financial Institution, Banking Company, NBFC and HFC. അതായത് നമ്മൾ DRRന്റെ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു DRR മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? അൺലിസ്റ്റഡ് കമ്പനീസ് ആണ് NBFC ബാങ്കിങ്ങും ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ തിയറി അവർ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടെന്ന്. In MK Limited's ledger, 9% debentures appeared with an opening balance of 50 lakh, divided into 50,000 fully paid debentures of 100 each issued at par. Interest on debentures was paid half yearly on 30th September and 31st March every year. On May 2011, the company purchased 8,000 debentures of its own at 98x interest per debenture. On the same day, it cancelled the debentures acquired. You are required to prepare the necessary ledger accounts excluding bank. Accounts excluding bank and heading in the unlisted company other than AIFI banking company എന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്, which means it is an indication that DRR ഉപയോഗിച്ചാണ് ഈ റിഡംഷൻ നമ്മൾ നടത്തേണ്ടത് എന്ന്. സോ അതിന് വേണ്ടിയുള്ള നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 7. Question number 7. ഏതൊക്കെ ലെഡ്ജേഴ്സ് ഒക്കെ നമ്മൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്? MK ലിമിറ്റഡിന്റെ ലെഡ്ജർ, ഡിബെഞ്ചർ അക്കൗണ്ട് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യണം അല്ല. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറയാത്ത സ്ഥിതിക്ക് ഏതൊക്കെ ആപ്റ്റ് ആയിട്ടുണ്ടെന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഡിബെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ DRRന്റെ ഒരു ഇൻഡിക്കേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ therefore DRR അക്കൗണ്ട്. സോ DRR അക്കൗണ്ട് ഉണ്ടെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനീനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ DRR അക്കൗണ്ട് ഉണ്ട്. DRR അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും കാണും ഇല്ല, നമ്മൾ ഇൻവെസ്റ്റും കൂടെ ചെയ്യണം. സോ ദാറ്റ് ഓൾസോ യു ഷുഡ് ഓപ്പൺ. ദെൻ ക്വസ്റ്റ്യനിൽ ഓൺ ഡിബെഞ്ചേഴ്സ് ക്യാൻസലേഷന് വേണ്ടി വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. സോ വിച്ച് മീൻസ് ഓൺ ഡിബെഞ്ചേഴ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. And then we can have interest ne kurichu question il onnu parayunnundu. So therefore we can even have interest on debentures account. Ini bank account venamengil prepare cheyan, പക്ഷെ excluding bank enna question il specifically paranirikkunna karanam I am not going to take it up. Now question talks about opening balance 2011 9% debentures 50 ലക്ഷത്തിന്റെ ആണ് പറയുന്നത്. And interest has to be paid every half yearly. ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആയപ്പോൾ ഓൺ ഡിബെഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തു അറ്റ് 98x ഇൻട്രസ്റ്റ്, എക്സ്ക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആണ് 8,000 വാങ്ങിച്ചിരിക്കുന്നത്. സോ therefore നമ്മൾക്ക് അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഡിബെഞ്ചർ അക്കൗണ്ട് 9% ഡിബെഞ്ചർ എന്ന് പറയുന്നുണ്ട്. ഡിബെഞ്ചർ ഇസ് എ ലയബിലിറ്റി. സോ ബാലൻസ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. 2011 by
balance brought down 50 lakh. Now DRR prepare ചെയ്യണമെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്ന സ്ഥിതിക്ക് we should set aside a DRR account, ഒരു DRRന് വേണ്ടി ഒരു എമൗണ്ട്. അത് എത്രയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല. സോ then comes in the ലോയിൽ പറഞ്ഞിരിക്കുന്ന percentage that you have learned, that you should apply and create a DRR now as per the law. എത്രയാണോ ആപ്റ്റ് ആയിട്ടുള്ളത് അത്രയും ക്രിയേറ്റ് ചെയ്യും. സോ DRR വേണ്ടത് എത്രയായിരുന്നു? CA സ്റ്റുഡൻസിനാണെങ്കിൽ DRR should be 10% of the total outstanding issued debentures. Total outstanding issued debentures എന്ന് വെച്ചാൽ എത്രയുണ്ട് outstanding debentures? 50 lakh എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ it is 5 lakh rupees. So CA students should maintain a DRR at 5 lakh. And CMA students for the same question, നിങ്ങൾ ആദ്യം പറഞ്ഞ സെന്റൻസിനെ കുറിച്ച് ബോധേഡ് ആവണം. നിങ്ങളുടെ സിലബസിലുള്ളത് 25% മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ്. So therefore 50 ലക്ഷമാണ് എൻ്റെ ഡിബെഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് ഈ ക്വസ്റ്റ്യനിൽ. അതിൽ പെർസെൻറ്റേജ് ലോയിൽ തന്നിരിക്കുന്നത് നമ്മൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മുടെ സിലബസിൽ 25% ആണ്. So therefore 3 lakh into 25%, which is 12,50,000. So എങ്ങനെയായിരിക്കണം എൻട്രി എഴുതേണ്ടത്? DRR is kind of a reserve, അല്ലെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക അല്ലേ. സോ therefore by ബാലൻസ് അല്ല, ഏപ്രിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ, കാരണം ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാതെ പോകുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ അത്രയും ക്ലാരിറ്റി ഇല്ല, ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് വി ആർ ക്രിയേറ്റിംഗ് ബൈ P&L account 5. Now this I have written for CA students. Now if you are a CMA student, ഇതേ ലെഡ്ജറിൽ നിങ്ങൾ എഴുതേണ്ടത് by P&L appropriation account 12,50,000. നിങ്ങൾക്ക് ഏതാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് എടുത്തോളൂ. റൈറ്റ് നൗ ഞാൻ ഒത്തിരി കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ സ്ക്രീനിൽ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇഫ് യു ആർ എ CMA സ്റ്റുഡൻറ്റ്, പ്ലീസ് റെക്കോർഡ് അക്കോർഡിംഗ്ലി. സോ P&L അക്കൗണ്ടിൽ DRR മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 5 lakh ആണ്. സോ ഇതിനൊരു റെഫറൻസും കൊടുത്തോളുക, വർക്കിംഗ് നോട്ട് 1 എന്നുള്ളത്. എനിക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ഒത്തിരി മാറിയാണ്, therefore ഞാൻ ഇതെല്ലാം കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് ക്ലംസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുന്നത് കേട്ടോ. ഇനി DRR ഇൻവെസ്റ്റ്മെന്റ് എത്ര വേണമെന്നാണ് നമ്മുടെ ലോയിൽ, ഈവൻ ഇഫ് യു ആർ ഫ്രം CA or CMA ബാക്ക്ഗ്രൗണ്ട്, പറയുന്നത് ഈ വർഷം മച്ചുവർ ആകാൻ പോകുന്ന ഡിബെഞ്ചേഴ്സിന്റെ 15% കുറയാതെ വേണം അല്ലേ. അപ്പൊ മച്ചുവർ ആകുന്ന ഡിബെഞ്ചേഴ്സിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ റിഡീം ആവാൻ പോകുന്നത്, they are not talking about it. So minimum നമ്മളുടെ കയ്യിലുള്ള എല്ലാ ഡിബെഞ്ചറും നമ്മൾ വിൽക്കാൻ പോവുകയാണ് എന്നുള്ള അസംഷൻ, അല്ലെങ്കിൽ റിഡംഷനിലേക്ക് പോവുകയാണ്. എത്രയാണ് ആക്ച്വലി റിഡീം ചെയ്യുന്നത് സൈലന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. നമ്മൾക്കൊരു എമൗണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഇഷ്ടത്തിന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് വേറൊരു രീതിയിൽ അസ്യൂം ചെയ്യും. അപ്പോൾ യൂണിഫോം അസംഷൻ വരാൻ ഇറ്റ് ഈസ് ബെറ്റർ ടു അസ്യൂം ദാറ്റ് ഫുൾ 50 lakhലും 15% ഇൻവെസ്റ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആ യൂണിഫോമിറ്റിക്ക് വേണ്ടി. സോ therefore ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് ടു ബാങ്ക്. That also you can record as a working note if required. If not, you can show us 50 lakhന്റെ 15%. ഈ ഒരു വർക്കിംഗ് നോട്ട് രണ്ടു പേർക്കും കോമൺ ആണ്, which is 7,50,000. സോ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കഴിഞ്ഞു. അതായത് DRR നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ആ DRR ക്രിയേറ്റ് ചെയ്തതും മിനിമം നമ്മൾക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റും നമ്മൾ കാണിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ബുക്സ് കണ്ടിന്യൂ ചെയ്യാം ഓൺ ദ ഡേറ്റ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ആ ഡേറ്റ് പറയുന്ന അനുസരിച്ച് നമ്മൾക്ക് ചെയ്യും. അതിൽ ഏറ്റവും ആദ്യം വന്നിരുന്നത് 31 മെയ്യിൽ നമ്മൾ ഓൺ ഡിബെഞ്ചേഴ്സ് വാങ്ങിച്ചു ഫോർ ദ പർപ്പസ് ഓഫ് ക്യാൻസലേഷൻ. സോ വെൻ യു ബൈ ആൻ ഓൺ ഡിബെഞ്ചർ, ഇറ്റ് ഈസ് ലൈക്ക് ഇൻവെസ്റ്റിംഗ് ഇൻ ദാറ്റ് ഡിബെഞ്ചർ. സോ ദാറ്റ് വിൽ ബി എ ഡെബിറ്റ്. പൈസ കൊടുത്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അല്ലേ. സോ
to bank amount 8,000 debentures at 98x interest എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. എക്സ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എക്സ്ക്ലൂഡിംഗ് ഇൻട്രസ്റ്റ്. ഈ തന്നിരിക്കുന്ന എമൗണ്ട് is exclusively for purchasing the instrument. So therefore 8,000 into 98, which is 7,84,000. Now if you can remember last class own debentures ഞാൻ ചെയ്ത ഫോർമാറ്റിൽ നിന്ന് slightly different ആണ്. ഞാൻ nominal value ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. അതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ അത് എഴുതിക്കൊള്ളുക, നോ പ്രോബ്ലം. സോ ഇഫ് യു വാണ്ട് ഐ വിൽ റെക്കോർഡ് ഇൻ ദാറ്റ് വേ ഓൾസോ. 8 lakh ആണ് നോമിനൽ വാല്യൂ. ഇൻട്രസ്റ്റ് എത്രയാണ്? 9% ഡിബെഞ്ചർ ആണ് അല്ലേ? ആൻഡ് ഇൻട്രസ്റ്റ് ഇസ് ഡിക്ലെയർഡ് every 31st March and 30th September. അപ്പോൾ ലാസ്റ്റ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത് എന്തായിരിക്കും? മാർച്ച് 31, 2011 അത് കഴിഞ്ഞ് ഒരു മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഓൺ ഡിബെഞ്ചർ വാങ്ങിച്ചത്. അപ്പോൾ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കണം. സോ ഇൻട്രസ്റ്റ് വിൽ ബി 8,000 into 100 into 9% into 1/12. So therefore അതായത് 6,000 rupees ഇൻട്രസ്റ്റിനും കൂടി ചേർത്ത് ഞാൻ പേ ചെയ്തിട്ടുണ്ട്. So 1 month ആണോ 2 month ആണോ? April and May 31st ആണല്ലേ? Sorry, it is 2 months interest. So therefore 12,000 ആണ് now 6,000. So therefore 12,000. അപ്പം ഞാൻ ശരിക്കും കൊടുത്ത ബാങ്കിൽ നിന്ന് പോയ പൈസ എത്രയായിരിക്കും? 7,84,000 plus 12, 7,98,000. Now since interest ഇവിടെ റെക്കോർഡ് ചെയ്ത സ്ഥിതിക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് വെച്ച് നമ്മൾക്ക് സെപ്പറേറ്റ് ഒരു കോളം ആവശ്യമുണ്ട്. ബട്ട് ഇഫ് യു വാണ്ട് ടു പ്രസന്റ് ഇറ്റ് സെപ്പറേറ്റ്ലി, ഈ ഇൻട്രസ്റ്റ് കോളം മറ്റൊരു ലെഡ്ജർ തന്നെയാണ്. ആ ലെഡ്ജറാണ് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലെഡ്ജർ ആയിട്ട് വേണമെങ്കിലും ഇതിനെ കാണിക്കാം. ടു ബാങ്ക് ഓൺ ഡിബെഞ്ചേഴ്സിലുള്ള കാര്യം നമ്മൾക്ക് എഴുതി കമ്പ്യൂട്ടേഷനിൽ 12,000 സോ this portion or this portion, either way you want to present it, you can. ഓൺ ഡിബെഞ്ചേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിൽ തന്നെ എഴുതണമെങ്കിൽ അങ്ങനെ മതി. അല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് കോളം മാത്രം ഓൺ ഡിബെഞ്ചേഴ്സിന്റെ സിംഗിൾ കോളം കാണിക്കുക, ഇൻട്രസ്റ്റ് സെപ്പറേറ്റ്ലി കാണിക്കുക. നിങ്ങളുടെ ഇഷ്ടം, ഞാൻ നിങ്ങളുടെ ചോയ്സിന് വിട്ടുതരുന്നു. എമൗണ്ടുകൾ ഒന്നും തെറ്റരുത് എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. And then the purpose of doing this was to immediately cancel it. So which means on 31st May itself I want to cancel it by transferring to my liability by debenture 8 lakh. Interest columns on the 7,84,000 which നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ. അപ്പോൾ ഡിബെഞ്ചേഴ്സിൽ ആ എൻട്രി വരും 31st May 2011 to own debentures എന്ന് പറഞ്ഞ് 7,84,000. Now if 7,84,000 ആണ് 8 ലക്ഷത്തിന്റെ ലയബിലിറ്റി ക്യാൻസൽ ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചതെങ്കിൽ it means that I have made a profit on cancellation to the extent of 16,000. That should be taken to profit on cancellation account. Now this part CMA students please note, ഇവിടെ നിങ്ങൾക്ക് capital reserve എന്ന് ഇതിനു പകരം എഴുതാം. Amount 16,000 തന്നെയായിരിക്കും. എഴുതാൻ പോകുന്ന ledger capital reserve ആക്കി മാറ്റിക്കൊള്ളുക. So we have recorded what? Own debenture cancel ചെയ്തു. So when you cancel own debentures of 8 lakh worth, which means നമ്മളുടെ കണക്ക് കൂട്ടലുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ലയബിലിറ്റി എമൗണ്ട് കുറഞ്ഞു. 50 lakh ലയബിലിറ്റി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ട DRR ആണ് നമ്മൾ 5 lakh എന്ന് CA സ്റ്റുഡൻസ് പറഞ്ഞത് അല്ലേ? അപ്പോൾ 8 ലക്ഷത്തോളം വിലയുള്ള ലയബിലിറ്റി എൻ്റെ ബുക്സിൽ നിന്ന് പോയപ്പോൾ എൻ്റെ DRR ഇനി ആ 8 lakhന് വേണം. So therefore now I can transfer amount to where? To my
DRRൽ എങ്ങോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്യാൻസലേഷൻ അല്ലെ റിഡംഷൻ വന്നു കഴിയുമ്പോൾ വി ട്രാൻസ്ഫർ ടു ജേർണൽ എൻട്രീസ്. ഓൺ ഡിബെഞ്ചർ ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്യുന്നതും ഒരു തരത്തിലുള്ള റിഡംഷൻ ആണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ച ഇമ്പോർട്ടൻറ്റ് 2 ടോപ്പിക്സും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ. അപ്പോൾ റിഡംഷൻ നടക്കുന്നുണ്ട് ത്രൂ ഓൺ ഡിബെഞ്ചേഴ്സ് ആൻഡ് റിഡംഷൻ നടന്ന സ്ഥിതിക്ക് എത്ര ഡിബെഞ്ചർ റിഡീം ആയോ അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോയോ അത്രയും ഡിബെഞ്ചറിന്റെ ഫേസ് വാല്യൂ DRRൽ നമ്മൾ എങ്ങോട്ടേക്ക് എടുത്ത് മാറ്റണം? ജനറൽ റിസർവിലേക്ക് എടുത്ത് മാറ്റണം. Yeah, so which means on 31st May I am going to transfer it to general reserve to the extent of എത്രയാണ് DRRലേക്ക് മാറ്റേണ്ടത്? ഇവിടെ കിടക്കുന്നത് 10% of 8 lakh ആണ് അല്ലേ? സോ എലിമിനേറ്റ് ചെയ്യേണ്ടതും 8 lakhന്റെ 10%. ഇവിടെ കിടക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ആയിട്ടുള്ള ഫുൾ ഡിബെഞ്ചർ അല്ല, ആ ഡിബെഞ്ചർ ഫേസ് വാല്യൂവിന്റെ 10%. അപ്പൊ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടതും ആ ഡിബെഞ്ചർ ഫേസ് വാല്യൂവിന്റെ 10% ആയിരിക്കും, which is 80,000. And remaining we will continue to hold as my DRR on 31st March 2012 because ബാക്കിയുള്ള ഡിബെഞ്ചറിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. So therefore you will carry it out as 4,20,000 എന്ന് പറയുന്ന ബാക്കിയുള്ള ഡിബെഞ്ചേഴ്സ് 42 ലാക്കോളം ഇനിയും ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് അല്ലേ? അതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതായി നമ്മൾ DRRന്റെ ബുക്സിൽ കാണിക്കും. I hope that is clear. ഇനി ഇതിന് മുൻപ് ചെയ്യേണ്ട ഒരു എൻട്രി ആണ്, പക്ഷെ ഞാൻ DRR പറഞ്ഞ് കൂടുതൽ പറയാൻ വേണ്ടി ഇത് മാറ്റി വെച്ചതേ ഉള്ളൂ. ഓൺ ഡിബെഞ്ചർ നമ്മൾ വാങ്ങിക്കാൻ നമ്മൾക്ക് പൈസ ആവശ്യം വന്നു അല്ലേ? ആ പൈസ നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടിയിരുന്നത്? ഈ റിഡംഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്ന DRR ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന്. സോ 8 lakh വർത്ത് ഉള്ള ഡിബെഞ്ചർ വാങ്ങിക്കാൻ വേണ്ടി ആണ് ഞാനപ്പോൾ 50 lakhന്റെ 15% ആണ് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് DRR പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചത് അല്ലേ? ആ 50 lakhൽ 8 lakhോളം വർത്ത് ഉള്ള ഡിബെഞ്ചർ റിഡീം ആയി ബൈ purchasing as own debentures and cancelling. So therefore അത്രയും 8 lakhന്റെ 15% ഇൻവെസ്റ്റ്മെന്റ് എനിക്കിനി ആവശ്യമുണ്ടോ? ആവശ്യം ഇല്ല. So therefore ഈ ഓൺ ഡിബെഞ്ചേഴ്സ് വാങ്ങിക്കാനുള്ള ഫണ്ട് ശരിക്കും വരുന്നത് എവിടെ നിന്നാണ്? ആ പെർട്ടിക്കുലർ ഡിബെഞ്ചർ സെറ്റിന്റെ മേൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് വിറ്റിട്ട്, അതായത് 8 lakhന്റെ 15% 1,20,000 rupees അത്രയും എമൗണ്ടും കൂടെ വിറ്റ് നമ്മൾ വാങ്ങിച്ചു. ആ കാശും നമ്മളുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കാശും കൂടെ ചേർത്താണ് we have bought this own debentures and then ultimately cancelled the debenture liability which led to a redemption. So 8 lakhോളം വർത്തുള്ള ഡിബെഞ്ചർ എൻ്റെ ബുക്സിൽ ഇല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റും എൻ്റെ ബുക്സിൽ ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പറയാൻ ഞാൻ പെൻഡിങ്ങിൽ വെച്ചാണ്. പക്ഷെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഈ DRR ഇൻവെസ്റ്റ്മെന്റ് ആദ്യം വിറ്റിട്ടായിരിക്കണം ഓൺ ഡിബെഞ്ചർ വാങ്ങിച്ചത്. ഓൺ ഡിബെഞ്ചർ വാങ്ങിച്ചിട്ട് ക്യാൻസലേഷൻ ഓഫ് ഡിബെഞ്ചറിന് വേണ്ടി ഉപയോഗിച്ചു. ക്യാൻസലേഷൻ ഓഫ് ഡിബെഞ്ചർ കംപ്ലീറ്റ് ആകുമ്പോൾ വി നോ ഫോർ ഷുവർ ദാറ്റ് റിഡംഷൻ കംപ്ലീറ്റ് ആയി. സോ റിഡംഷൻ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് DRRൽ നിന്നും ആ റിഡംഷൻ ഉള്ള ഡിബെഞ്ചേഴ്സിന്റെ ഫേസ് വാല്യൂന്റെ 10% ട്രാൻസ്ഫർ ചെയ്യും. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ 10% എമൗണ്ട് CA സ്റ്റുഡൻസിന്റെ എമൗണ്ട് ആണ്. അപ്പോൾ CMA സ്റ്റുഡൻസ് നിങ്ങൾ ഇവിടെ 25% ആണ് എടുക്കേണ്ടത്. നിങ്ങളുടെ ഇവിടുത്തെ എമൗണ്ട് മാറും. സോ DRR ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾക്ക് തിരികെ വരാം. 8 lakhോളം ഡിബെഞ്ചേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് റൈറ്റ് സെയിൽ ചെയ്തെങ്കിൽ ബാക്കി നമ്മൾ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യണം. ബിക്കോസ് ക്വസ്റ്റ്യൻ ഇസ് സൈലന്റ് ഓൺ ദ റിമൈനിങ് debentures. Therefore that will be carried on as my pending list of debentures. 6,30,000 നമ്മൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ഡിബെഞ്ചർ ഇൻവെസ്റ്റ്മെന്റ്. സോ ഡിബെഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്ലോസ് ആയി, DRR അക്കൗണ്ട് ക്ലോസ് ആയി. ഡിബെഞ്ചർ അക്കൗണ്ട് നമ്മൾ ഇതുവരെയും ക്ലോസ് ചെയ്തിട്ടില്ല. ലെറ്റ്സ് ക്ലോസ് ഇറ്റ്.
So ഈ own debentures ന്റെ cancellation കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. So which means remaining debentures will be carried on as my pending liability to the extent of 42 lakhs. Yeah, so this account also gets closed. ഇനി ഇപ്പോൾ ക്ലോസ് ആവാൻ ഓൺ ഡിബെഞ്ചേഴ്സിന്റെ കോസ്റ്റ് അക്കൗണ്ട് കോസ്റ്റിന്റെ ആ ലെഡ്ജർ ക്ലോസ്ഡ് ആയി. ഇൻട്രസ്റ്റ് നിങ്ങൾ ഇതിനുള്ളിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ on 31st March you have to transfer this interest to P&L as an expense അല്ലേ. So by P&L എന്ന് പറഞ്ഞ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം 12,000. Now if you have not maintained it as part of this interest column ഇവിടെ അല്ലെങ്കിൽ then you will have this interest ledger pending ആയിട്ട് കാണും. ഇനി ഇൻട്രസ്റ്റ് ledger pending ആയിട്ട് ഈ ഒരു റീസൺ കൊണ്ട് മാത്രമല്ല കാണുക, you had certain other interest to be paid from company's point of view in settling ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അല്ലേ. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. ഓൺ ഡിബെഞ്ചർ വാങ്ങിക്കാൻ നമ്മൾ കൊടുത്ത ആ പാർട്ടിക്ക് കൊടുത്ത ഇൻട്രസ്റ്റ് മാത്രമേ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തു. പക്ഷേ ഈ കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചേഴ്സിൽ കമ്പനിക്ക് കുറെ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെയും റെക്കോർഡിംഗ് ഒന്നും നടത്തിയിട്ടില്ല. സോ therefore we will have to record that also. സോ അതിന് നമ്മൾക്ക് എന്ത് ആവശ്യമാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ആവശ്യമാണ് അല്ലേ. സോ therefore ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ അക്കൗണ്ടിൽ ഈ വരാൻ പോകുന്ന ഇൻട്രസ്റ്റും ഓൺ ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാവുന്നതാണ്. ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിനുള്ളിൽ ഇൻട്രസ്റ്റ് കാണിച്ചാൽ അതിന്റെ ഇൻട്രസ്റ്റ് മാത്രമേ നമ്മൾക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇതിനെ ഒരു സെപ്പറേറ്റ് ലെഡ്ജർ ആണെന്ന് നിങ്ങൾ ഓർത്ത് ഇവിടെ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് എഴുതേണ്ടി വരും. അപ്പോൾ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ എന്ന് പറയുന്ന സിംഗിൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ എല്ലാ ഇൻട്രസ്റ്റ് കോമ്പണൻസും നമുക്ക് കാണിച്ചു പോകാവുന്നതാണ്. So let us check when are these interest getting due. 30th September and 31st March ആണ്. സോ ഓൺ ഡിബെഞ്ചേഴ്സിന്റെ കാര്യം നമ്മൾ എന്തായാലും എഴുതി. വീണ്ടും പറയുന്നു, ഈ രണ്ട് 12,000 വരില്ല. ഏതെങ്കിലും ഒരു പ്രസന്റേഷൻ എടുത്താൽ മതി. ഒന്നെങ്കിൽ ഓൺ ഡിബെഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റ് പോർഷൻ കാണിക്കാൻ ആ ലെഡ്ജറിനുള്ളിൽ ഒരു കോളം മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് മറ്റൊരു ലെഡ്ജർ തന്നെ ഓപ്പൺ ചെയ്ത്, അപ്പോൾ ഇതിന്റെ ആവശ്യം അവിടെ ഇല്ല. വിച്ച് എവർ ഇസ് കംഫർട്ടബിൾ ഫോർ യു. സോ ഓൺ ഡിബെഞ്ചറിന് ഇൻട്രസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു, അത് ഇമ്മീഡിയറ്റ്ലി ക്യാൻസലും ചെയ്തു. പക്ഷെ ബാക്കിയുള്ള ഡിബെഞ്ചേഴ്സ് ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതിൽ കമ്പനി പേയ്മെന്റ് നടത്തിയേ പറ്റൂ അല്ലെ ഇൻട്രസ്റ്റ്. അപ്പൊ എത്രയാണ് കമ്പനി കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എമൗണ്ട്, എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബെഞ്ചേഴ്സ് ഇപ്പോഴും ഉള്ളത്? 42 lakh. ഓൺ സെപ്റ്റംബറിൽ 42 lakhന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? 9%. For how many months? Previous interest date തൊട്ട് present interest date വരെയുള്ള gap, which is 1,89,000. And if you see our balance sheet, our debentures hasn't changed till 31st March. അന്നും 42 lakh തന്നെയാണ് outstanding. So 31st മാർച്ചിലും നമ്മൾ ഇതേ ഇൻട്രസ്റ്റ് ബാങ്ക് വഴി ഓരോ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. ഇൻറ്റു 6/12, 1,81,000. Yeah. And this 3 together you can transfer to P&L. By P&L balancing figure 3,90,000. Now if you are a person who has recorded own debentures in the interest മാത്രം ഇവിടെ റെക്കോർഡ് ചെയ്തവരാണെങ്കിൽ ആൻഡ് ബാക്കി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡിബെഞ്ചേഴ്സിന് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈൻ ഐറ്റം വരില്ല. അപ്പോൾ നിങ്ങളുടെ ക്ലോസിംഗ് ബാലൻസ് 3,78,000 ആയിരിക്കും. P&L നിന്ന് ഈ ലെഡ്ജറിൽ നിന്ന് പോകുന്നത് ഓൺ ഡിബെഞ്ചേഴ്സിന്റെ ലെഡ്ജറിൽ നിന്ന് ഒരു 12 കൂടെ പോകും. ആ 378ഉം 12ഉം കൂടെ ആഡ് ആയി
ഒറ്റ ലെഡ്ജറിൽ കാണിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അതേ 3,90,000 തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ഏതാണോ നിങ്ങളുടെ കംഫർട്ട് അത് തീരുമാനിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തോളൂ. സോ 12,000. So with that we complete question number 7. This has appeared in the books of Lakshya Limited as on 1st April 2011. 10% debentures, DRR എത്ര, DRR അതായത് തൊട്ട് മുന്നേ തന്നിരുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് വ്യത്യാസം? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡിബെഞ്ചർ മാത്രമല്ല DRRും DRR ഇൻവെസ്റ്റ്മെന്റിനും എത്ര ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെന്ന് അവർ തന്നിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ 7ലോ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. പക്ഷെ DRR വഴിയാണ് റിഡംഷൻ നടക്കുന്നതെന്ന് നമ്മൾക്ക് ഒരു ഇൻഡിക്കേഷൻ തരികയാണ് ബൈ മെൻഷനിങ് all these important terminologies mentioned under DRR creation. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി DRR ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ DRR ഉപയോഗിച്ചാണ് റിഡംഷൻ നടത്തേണ്ടതെങ്കിൽ DRR കുറെ നമ്മുടെ ബുക്സിൽ ഓൾറെഡി കാണണം അല്ലേ? അത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് we have created on the start of the day itself ഇത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡിബെഞ്ചേഴ്സിന് എത്ര DRRും DRR ഇൻവെസ്റ്റ്മെന്റും വേണമെന്ന്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ നമ്പർ 8ലോ ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡിബെഞ്ചർ തന്നിട്ടുണ്ട്. അതിനോടൊപ്പം ബുക്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന DRRന്റെയും DRR ഇൻവെസ്റ്റ്മെന്റിന്റെയും ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തുമാത്രം ആയിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്? ആ തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ദീസ് ടു ലെഡ്ജേഴ്സ് ആർ ദേ സഫിഷ്യന്റ് ഓർ നോട്ട്? So that is one major difference in this question. Annual contribution to the DRR was made on 31st March every year. On 31st March 2012, balance at bank was 37,50,000 before receipt of interest. Interest on debentures had already been paid. The investments were realized at par for redemption of debentures at a premium of 10% on the above date. Lakshya Limited is an unlisted company, again an indication from giving a reference to the law. Other than AIFI, banking company, NBFC and HFC, you are required to prepare. അപ്പോൾ ഇവിടെ നമ്മളോട് ഏതൊക്കെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. DRRും DRR ഇൻവെസ്റ്റ്മെന്റും ബാങ്ക് അക്കൗണ്ടും മാത്രം പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. So let us take up that question number 8. DRR account, DRR investment account and bank account. ബാക്കി ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട. എന്നാൽ എല്ലാ എൻട്രീസും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഈ പ്രോപ്പർലി തന്നിരിക്കുന്ന 3 ലെഡ്ജറിൽ മാത്രം നമ്മൾക്ക് പോസ്റ്റിനെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഡിബെഞ്ചർ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വർക്കിംഗ് നോട്ടിൽ അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. പക്ഷെ ചെക്ക് ബിഫോർ അറ്റംപ്റ്റിംഗ് ആ ക്വസ്റ്റ്യൻ അതിൻ്റെ മാർക്സ് എത്രയാണ്. അധികം മാർക്കൊന്നുമില്ല. ഈ 3 ലെഡ്ജർ എഴുതി പ്രസന്റ് ചെയ്യുന്നതിന് വർത്ത് കിട്ടുന്ന മാർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരു എക്സ്ട്രാ മാർക്കും കിട്ടില്ല. സോ ടൈം പ്രോപ്പർലി മാനേജ് ചെയ്യും. സോ ബാലൻസ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഇത്ര ഉണ്ടെന്നൊന്ന് ഓർത്തിരിക്കും. DRR 1,25,000 ഉണ്ട് ആൻഡ് DRR ഇൻവെസ്റ്റ്മെന്റ് 5,62,500 ഉണ്ട് ഓൺ 1/4/2011. നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് മാർച്ച് 31, 2010, അതായത് ഒരു വർഷത്തെ കണക്കാണ് നമ്മൾ കാണിക്കേണ്ടത്. സോ DRRന് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 1/4/2011 ബൈ ബാലൻസ് 1,20,000. ഇനി DRR ഇൻവെസ്റ്റ്മെന്റിനും നമ്മൾക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 1/4/2011. ഇത് ബാലൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കേണ്ട കാര്യമില്ല. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ? പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം വി ഹാവ് ബാലൻസ് ആയിട്ടല്ല കറന്റ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. എനിവേ വി ഹാവ് recorded the
opening balances record ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് 5,62,500 ആണ് ഉണ്ടായിരുന്നത്. ഏത് ഇൻവെസ്റ്റ്മെന്റിലാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഇൻകം എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ഇനി ബാങ്കും കൂടെ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് സെപ്പറേറ്റ്ലി തന്നിട്ടില്ല. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഗിവൻ ആസ് another information. 37,50,000 interest കിട്ടുന്നതിന് മുൻപ് ബാങ്കിന്റെ ബാലൻസ് 37,50,000 ആയിരുന്നു. സോ അതെന്തായാലും നമ്മൾക്ക് എഴുതാം ബാങ്കിന്റെ balance. And that balance is actually given as on 31st March ആയിട്ടാണ് തന്നിരിക്കുന്നത് to balance. It's actually not to balance brought down. It is the balance given to us after all adjustments for the year 11-12. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മളിനി ചെയ്യാനുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് DRR എഴുതി, DRR ഇൻവെസ്റ്റ്മെന്റ് എഴുതി, ബാങ്ക് എഴുതി. നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബെഞ്ചേഴ്സ് എത്ര ഉണ്ടായിരുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 37,50,000 ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബെഞ്ചർ ഉണ്ടായിരുന്നു. സോ വിച്ച് മീൻസ് 37,50,000 ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബെഞ്ചർ എങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഫുള്ളി റിഡീം ചെയ്യാണ് ഫോർ ദ റിഡംഷൻ. അപ്പോൾ ഫുള്ളി റിഡീം ചെയ്യാണ്. അപ്പോൾ റിഡംഷന് തൊട്ട് മുൻപ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഗോൾഡൻ റൂൾ എന്തായിരുന്നു? If DRR already ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ the golden rule was to check whether at the time of redemption DRR ഉള്ള amount sufficient ആണോ അല്ലയോ. Sufficient അല്ലെങ്കിൽ നമ്മൾ sufficient DRR ആക്കാൻ വേണ്ടി ഒരു എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടി വരും. So 37,50,000 ആണ് ടോട്ടൽ ഇഷ്യൂ ഡിബെഞ്ചേഴ്സ് എങ്കിൽ അതിന്റെ എത്ര ശതമാനമാണ് we have to maintain as DRR? CA students should maintain 10% of 37,50,000. That means you have to maintain 3,75,000 as DRR. പക്ഷെ ബുക്സിൽ എത്രയേ ഉള്ളൂ? You only have 1,25,000. So therefore, the first step before going into redemption is to ensure that DRR is maintained at the required levels. So which means on the date 31st March that you post another appropriation entry from P&L to the extent of 2,50,000 to ensure that DRR ulla total balance reaches your requirement 3,75,000. ഇനി CMA സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതിൽ ഒരു മാറ്റം വരും എഴുതിയേക്കാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. So 25% of totally issued debentures ആണ് CMA students books മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. So which is 37,50,000 into 25%. That is 9,37,500. ഇതാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓൾറെഡി എത്രയേ ഉള്ളൂ? 1,09,37,500 മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ ഉള്ളത് ആകപ്പാട് 1,25,000. അതായത് CMA സ്റ്റുഡൻസ് DRR എഴുതുമ്പോൾ പുതിയതായിട്ട് P&L അപ്രോപ്രിയേഷനിൽ നിന്ന് മാറ്റേണ്ടത് 8,12,500 ആണ്. അതും ഓൾറെഡി ഉള്ള 1,25,000 കൂടെ ചേർന്ന് എത്രയാകും? റിക്വയർഡ് 9,37,500 മെയിൻറ്റെയിൻ നമ്മൾ ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ നമ്മൾ എത്തി. ഇനി ഇൻവെസ്റ്റ്മെന്റിന്റെ നോക്കുക. ഇൻവെസ്റ്റ്മെന്റ്സ് മച്ചുവർ ആവാൻ പോകുന്ന ആ വർഷം മച്ചുവർ ആകാൻ പോകുന്ന ഡിബെഞ്ചർ എത്രയുണ്ട്? 37,50,000. അതിന്റെ 15% ആണ് നമ്മൾ ബുക്സിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് 5,62,500 തന്നെയാണ്. എത്ര ഉണ്ടായിരുന്നു ഈ വർഷം മച്ചുവർ ആകാൻ പോകുന്ന ഡിബെഞ്ചേഴ്സ്? 37,50,000. അതിന്റെ 15% എന്ന് വെച്ചാൽ കമ്പ്യൂട്ട് ചെയ്ത് നോക്കിക്കോളുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5,62,500, which means investments are properly maintained. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പോൾ ആദ്യത്തെ നമ്മുടെ ചെക്ക് പോയിന്റ് കഴിഞ്ഞു. DRR ഇൻവെസ്റ്റ്മെന്റും DRRും പ്രോപ്പർലി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? You have to ensure that you have ample cash to pay off these debentures. അപ്പോൾ അതിന് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ്സ് വിൽക്കണം. വിൽക്കുമ്പോൾ എങ്ങനെ വിൽക്കണമെന്നാണ് ക്വസ്റ്റനിൽ പറയുന്നത്. You have to realize the investments at par so that you can redeem debentures at a premium. So redemption of debentures നടക്കുന്നത് പ്രീമിയത്തിലാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്യാൻ പോകുന്നത്
പാറിലാണ്. ഫുൾ 37 lakh, sorry, full 5,62,500. പാറിൽ തന്നെ റിയലൈസ് ചെയ്തു, അതായത് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് അത്ര തന്നെ ഫെച്ച് ചെയ്തിട്ടുണ്ട്. സോ ബാങ്ക് വഴി നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് വിറ്റ് 5,62,500 തന്നെ ഏൺ ചെയ്യും. ഇനി DRR ഇൻവെസ്റ്റ്മെന്റ് എഴുതുമ്പോൾ നിങ്ങൾ ആ ബ്രാക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പും കൂടെ ഒന്ന് എഴുതിക്കും കേട്ടോ, ഗവൺമെന്റ് സെക്യൂരിറ്റി ഡീറ്റെയിൽ ആയിട്ട്. ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ പ്രസന്റേഷൻ. സോ എനിവേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് വിറ്റു. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് വിൽക്കുന്ന എമൗണ്ട് നമ്മളുടെ ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് വിൽക്കുന്നത് എഴുതണം. അതിനു മുൻപ് ക്വസ്റ്റ്യനിൽ ഒരു സെന്റൻസ് പറഞ്ഞിരുന്നു, ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റും എഴുതുന്നതിന് മുന്നേ ഉള്ള ബാങ്ക് ബാലൻസ് ആണ്. സോ therefore interest on DRR investment or government securities നമ്മൾ ഇനി റെക്കോർഡ് ചെയ്യാനുണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ കിട്ടിയത്? 10% of 5,62,500, which means we were supposed to get 56,000. 5,62,500 അതിൻ്റെ 10% 56,250 ഇൻട്രസ്റ്റ് ആദ്യമേ ബാങ്കിൽ കിട്ടി. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഞാൻ അപ്പോൾ തന്നെ DRR ഇൻവെസ്റ്റ്മെന്റും വിൽക്കുകയാണ്. സോ therefore DRR ഇൻവെസ്റ്റ്മെന്റ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന പേര് ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ബോണ്ട് എന്നാണെങ്കിൽ ആ പേര് ഇവിടെ എഴുതുക. ആൻഡ് യു റിയലൈസ് 5,62,500. Now why aren't we opening interest on DRR investment? ആ അക്കൗണ്ടിന് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് വന്നതിന് ഒരു എൻട്രി വരും, ഈ ഇൻട്രസ്റ്റിനെ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു എൻട്രി വരും, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ. ആൻഡ് ക്വസ്റ്റ്യനിൽ again that is not asked. So there is no point preparing a ledger which doesn't have much adjustments, and especially when it is not asked. അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു, ഇൻട്രസ്റ്റും റെക്കോർഡ് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് കിട്ടിയ കാശ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? റിഡംഷന്റെ സമയത്ത് നമ്മളെ സഹായിക്കാനില്ല. അപ്പോൾ റിഡംഷന്റെ എൻട്രി എന്താണ് വരുന്നത്? And the redemption entry മാത്രം ഒന്ന് എഴുതുകയാണ്. Since we have not applied it anywhere, the debenture percentage was debenture entry will be 10%. Debenture account debit 37,50,000. Premium on redemption of debenture account debit 10%, so 3,75,000 to debenture holders. 41,25,000. ഇതാണ് റിഡംഷൻ ഡ്യൂ ആകുമ്പോഴുള്ള ആദ്യത്തെ എൻട്രി. അടുത്ത എൻട്രി എന്തായിരുന്നു? ആ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. സോ ഇവിടെ 41,25,000 ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ എൻട്രി. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാനായത് കാരണം എൻട്രി ഉണ്ട് നമ്മൾ ഓർത്താൽ മതി. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? we are only going to record this part. So bankil we will show on 31st March 2012 as by debenture holders. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ലെഡ്ജേഴ്സ് ഒക്കെ ചോദിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ലെഡ്ജറും എല്ലാം പ്രോപ്പർ ആയിരിക്കണം. ആൻഡ് പറ്റുന്നത്ര വർക്കിംഗ് നോട്ട് വഴി അല്ലെങ്കിൽ ആ എക്സ്പ്ലനേഷൻ 37,50,000 into 110%, അതായത് 10% പ്രീമിയത്തോട് കൂടിയാണെന്നുള്ളതൊക്കെ ഇതിനുള്ളിൽ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രസന്റേഷൻ നല്ലതാണ്. സോ ഇത്രയും കഴിഞ്ഞാൽ ബാങ്കിൽ വന്നിരിക്കുന്ന എല്ലാ അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സും കഴിഞ്ഞു. ഓൾറെഡി ആ വർഷത്തെ ഫുൾ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ബാലൻസിങ് ഫിഗറാണ് തന്നത്. എക്സെപ്റ്റ് ഫോർ ഇൻട്രസ്റ്റ് കിട്ടുന്ന റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇൻട്രസ്റ്റ് കിട്ടുന്ന റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി അഡ്ജസ്റ്റ്മെന്റ്സ് ഓപ്പൺ ആയി കിടക്കുന്ന ലെഡ്ജറിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ബാങ്ക് എഫക്റ്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ അതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്താൽ മതി? You can merely close it by showing the closing balance. So amount will be
balance 2,43,700. So this is the balance of bank account. അപ്പോൾ ബാങ്ക് അക്കൗണ്ടും ക്ലോസ് ആയി, DRR ഇൻവെസ്റ്റ്മെന്റും ക്ലോസ്. ഇനി ക്ലോസ് ആവാൻ എന്ത് മാത്രമേ ഉള്ളൂ? DRR. അത് എപ്പോഴാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്? ഏത് ഡിബെഞ്ചേഴ്സ് വേണ്ടിയാണോ നമ്മൾ DRR ക്രിയേറ്റ് ചെയ്ത് ആ ഡിബെഞ്ചർ എല്ലാം റിഡീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് DRRന്റെ ആവശ്യമില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യും? റിഡീം ചെയ്ത ടോട്ടൽ ഡിബെഞ്ചേഴ്സിന്റെ ഫേസ് വാല്യൂവിൻ മേൽ നമ്മൾ റിവേഴ്സൽ നടത്തും. സോ എത്ര ഉണ്ടായിരുന്നു ഡിബെഞ്ചർ റിഡീം ചെയ്തത്? 37,50,000. അതിന്റെ ഫേസ് വാല്യൂ ആണത്. അതിന്റെ എത്ര ശതമാനം വെച്ചാണ് നമ്മൾ DRR ക്രിയേറ്റ് ചെയ്തത്? CA സ്റ്റുഡൻസ് ആണ് 10%. സോ നമ്മൾ എത്രയായിരിക്കണം തിരിച്ച് ബുക്സിലേക്ക് ജനറൽ റിസർവ് ആയിട്ട് റൈറ്റ് ബാക്ക് ചെയ്യേണ്ടത്? ആ 10% തന്നെ. അല്ലെങ്കിൽ അത്രയും ചിന്തിക്കേണ്ട കാര്യമില്ല. DRR അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നോക്കുക. ഈ അക്കൗണ്ട് ഇനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ക്ലോസ് ആയിപ്പോയി. അപ്പം മുഴുവൻ ജനറൽ റിസർവിലേക്ക്. ഇനി ജനറൽ റിസർവിലേക്ക് മാത്രം കൊണ്ടുപോകാതെ വേറെ ക്യാപിറ്റൽ റിസർവോ P&L നമ്മൾ ആ സർപ്ലസും ഷോർട്ട് ഫോളും ഒക്കെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഞാൻ ആ 37,50,000ന്റെ 10% തന്നെയാണ് ഉള്ളത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ. സോ CMA സ്റ്റുഡൻസ് ആകുമ്പോൾ ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട് ജനറൽ റിസർവിലേക്ക്. അപ്പോൾ നിങ്ങൾ മാറ്റുന്ന എമൗണ്ട് കുറച്ച് വ്യത്യാസം വരും. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ വിത്ത് ദാറ്റ് വി കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 as well. So if you see നമ്മൾ ജേർണൽസും അല്ലെങ്കിൽ അതിന്റെ ഡിസ്കഷനും ഒക്കെ ആയിട്ട് വളരെ എലാബറേറ്റ് ആയിട്ട് പഠിച്ചെങ്കിലും പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് വളരെ ലിമിറ്റഡ് അല്ലെങ്കിൽ കുറച്ച് ഏരിയാസ് മാത്രമേ ഉള്ളൂ. അതിൽ പ്രോമിനൻസ് കൊടുത്തിരിക്കുന്നത് ഈ പെർസെൻറ്റേജസ് ഒക്കെ നമ്മൾക്ക് അറിയാമോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അതായത് റിഡംഷന് തൊട്ട് മുൻപ് ആക്ച്വൽ സഫിഷ്യൻറ്റ് DRR ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനാണ് കൂടുതലും ഈ ഒരു ചാപ്റ്റർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. So earlier it used to be the other way around. ഒരു 5 years അല്ലെങ്കിൽ 3 yearsന്റെ ഒക്കെ റിഡംഷൻ തന്നിട്ട് ആ 3 വർഷത്തെയും കണക്കുകൾ എഴുതാൻ പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഈ ജേർണൽ എൻട്രിയുടെ ഒക്കെ ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടിരുന്നത്. ബട്ട് നൗ ഇഫ് യു സീ ഇത്രയും ജേർണൽ എൻട്രീസ് ഒക്കെ നമ്മൾ പഠിച്ചെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് only very limited journal entries or its effect. But there is no point just learning few. നമ്മൾക്ക് എക്സാമിന് വേണ്ടി മാത്രമുള്ള ആ പർട്ടിക്കുലർ പോർഷൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ലോജിക്കലി നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുത്ത് നമ്മൾ ഈ ജേർണൽ എൻട്രി ഒക്കെ ഒന്ന് കവർ ചെയ്ത്. വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് എൻഷുറിംഗ് ദാറ്റ് യുവർ ബേസിക്സ് ആർ വെരി സ്ട്രോങ്. So let's move on to the last question, which is question number 9. Same ടൈപ്പിൽ തന്നെ ഉള്ളതാണ്, ബട്ട് എനിവേ നമുക്ക് അതും ക്ലാസ്സിൽ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ദെൻ എനി അഡീഷണൽ ക്വസ്റ്റ്യൻ ഇഫ് യു വോണ്ട് ടു പ്രാക്ടീസ് എ ലോട്ട് ആൻഡ് ബി തറോ വിത്ത് ദിസ് ചാപ്റ്റർ നിങ്ങൾക്ക് പാസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്നും സ്റ്റഡി മെറ്റീരിയലിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യാവുന്നതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 9. YZ Limited, an unlisted company other than again AIFI banking company, NBFC, HFC, indication to DRR, had 16,000 12% debentures of 100 each outstanding as on 1st April 2011, redeemable on year end 31st March. On 1/4/2011 the following balances appeared in the books of accounts: investment in 2009% secured government bonds of 100 each, DRR 1 lakh aanu. Interest on investments is received yearly at the end of financial year. 2000 owned debentures were purchased on 31st March 2012 at an average price of 99 and cancelled on the same date. On 31st March 2012, the investments were realized at par and debentures were redeemed. You are required to write up the following account for the year ended 31st March. Debenture account DRR, DRR investment. Opening balances ഒക്കെ നോക്കാം. Debenture 16 lakh, DRR 1 lakh and debenture investment 2,000 into 100, 2 lakh. So let us record 9% secured government. Debentures account. ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പോവുകയാണ്.
it was 9% government bonds. So let's say ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി DRR ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള കാര്യം. സോ ഗവൺമെന്റ് ബോണ്ട്സ് എത്ര ഉണ്ടായിരുന്നു? On 1st April 2011 it was maintained at 2 lakh 2000 100 rupees വെച്ചാണ്. So 2 lakh rupees. ഇനി DRR എത്ര ഉണ്ടായിരുന്നു? DRR was set to be at 1/4/2011. It was set to be at 1 lakh. And debentures were set to be at an outstanding balance of 16 lakh. കാരണം 16,000 debentures ഉണ്ടായിരുന്നു at 100 rupees each എന്നാണ്. So 16 lakh ആണ് debentures ഉണ്ടായിരുന്നു. So ഇത്രയുമാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഡിബെഞ്ചറിലെ 12% അല്ലേ? ഓക്കെ. മാർച്ച് അതായത് ഇയർ തീരുന്ന അന്ന് റിഡംഷൻ്റെ അന്ന് അവർ 2000 ഓൺ ഡിബെഞ്ചേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അറ്റ് ആൻ ആവറേജ് പ്രൈസ് ഓഫ് 99 ആൻഡ് ക്യാൻസൽഡ് ഓൺ ദ സെയിം ഡേറ്റ്. Interest on investments is received yearly at the end of financial year. If you see financial year ന്റെ അവസാനമാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നതെന്ന് പറയുന്നു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നല്ലേ. And 2000 debentures were purchased on 31st March at the average price of 99. പക്ഷേ ഈ ആവറേജ് പ്രൈസ് 99 എക്സ് ഇൻട്രസ്റ്റ് ആണോ കം ഇൻട്രസ്റ്റ് ആണോ എന്നൊന്നും പറയുന്നില്ല. ആൻഡ് ഡിബെഞ്ചേഴ്സിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എപ്പോഴാണ് കൊടുക്കുന്നതെന്നും നമ്മൾക്കൊരു ഡയറക്റ്റ് തന്നിട്ടില്ല. So therefore we are going to assume the same sentence for debentures also. അതിൻ്റെയും ഇൻട്രസ്റ്റ് എന്നാണ് പേ ചെയ്യുന്നത്? എല്ലാ 31st March. അപ്പോൾ 31st മാർച്ചിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന അന്ന് തന്നെ ഓൺ ഡിബെഞ്ചേഴ്സ് വാങ്ങിച്ചാൽ അതിലൊരു ഇൻട്രസ്റ്റ് പോർഷൻ ഒന്നുമില്ല. കാരണം അന്ന് പ്രീവിയസ് ഓണറിന് ആ ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ള അസംഷനിലാണ് നമ്മൾ പോകുന്നത്. സോ ദിസ് 99 rupees is only for the ഇൻസ്ട്രുമെന്റിന്റെ കോസ്റ്റ്. ഇൻട്രസ്റ്റ് പോർഷൻ നമ്മളൊന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. So with that discussion in mind, let us take up our discussion. The first step again is the golden rule, wherein you have to check whether the DRR is apt or sufficient or not. Yes, the CA students aanengil DRR should be maintained at 10% of debentures issued 16 lakh, which is 1,60,000. And CMA students aanengil DRR should be maintained at 25%. Which is 4 lakh. Now for a change, this question I am going to work out from a CMA syllabus point of view. അപ്പോൾ CA students നിങ്ങൾ എത്രയും ചെയ്തത് വെച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ബുക്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ by P&L appropriation account. I am repeating again this question I am working out as CMA syllabus. ഇതിനു മുൻപുണ്ടായിരുന്ന രണ്ട് ക്വസ്റ്റ്യനും CA സിലബസിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് CMA രീതിയിൽ ചെയ്യാം. പക്ഷെ ഞാൻ അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു CMAക്കാർ എങ്ങനെ ചെയ്യണമെന്ന്. ഇവിടെയും ഞാൻ CAക്കാർ എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചെറിയ ടാസ്ക് നിങ്ങൾക്ക് വരും. സോ P&L appropriation 1 lakh ഉണ്ട് ബുക്സിൽ ഓൾറെഡി. പക്ഷെ CMA സിലബസ് എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 4 lakh. So therefore you have to create another reserve or appropriation to the extent of 3 lakhs so that your first step aya sufficient DRR maintenance satisfy ആകുന്നുണ്ട് എന്നാണ്. ഇനി അടുത്തത് ഗവൺമെന്റ് ബോണ്ടിൽ നമ്മൾക്കുള്ളത് 2 lakh ആണ്. 2 lakh investments. Now if you see investments ശരിക്കും ബുക്സിൽ വേണ്ടിയിരുന്നത് എത്രയായിരുന്നു? ഇൻവെസ്റ്റ്മെന്റ്സ് എത്ര മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആസ് പെർ ലോ. ആ വർഷം റിഡീം ആവാൻ പോകുന്ന ഡിബെഞ്ചേഴ്സ് എത്രയാണോ അതിൻ്റെ 15% മിനിമം വേണം. അപ്പോൾ റിഡീം ആവാൻ പോകുന്ന ഡിബെഞ്ചേഴ്സ് എത്രയുണ്ട്? 16 lakh ഉണ്ട്. അതിൻ്റെ 15% മിനിമം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്.
which means 2,40,000 ആയിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ നമ്മൾ എത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ? 2 lakh, which means you have to first ensure that investments are also maintained at the prescribed levels of 15%. So 16 lakh in the 15%. അപ്പോൾ മൈനസ് ഓൾറെഡി ഹെൽഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ വർക്കിംഗ് നോട്ടായിട്ട് എഴുതിക്കോളുക. ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് 15% of total debentures that are to be redeemed in current year end. അപ്പോൾ അത്രയും എത്താത്ത സ്ഥിതിക്ക് അത്രയും എത്തിക്കാൻ വേണ്ടി നമ്മൾ ബാക്കി അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോലെ കാണിക്കുകയാണെന്നുള്ളത് ഇൻ വേർഡ്സിൽ വർക്കിംഗ് നോട്ടായിട്ട് എഴുതുക. എന്നിട്ട് ഈ കാൽക്കുലേഷനും അവിടെ കാണിച്ചാൽ മതി. സോ 40 നമ്മൾ അപ്പം അടുത്ത സ്റ്റെപ്പും ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർ 15% വരെ ആക്കി. ഇനി അടുത്തത് എന്താണ്? ഈ ഡിബെഞ്ചേഴ്സിനെ ഒക്കെ നമ്മൾക്ക് റിഡീം ചെയ്യണം. അതിൽ ഏറ്റവും ആദ്യം റിഡീം ചെയ്യേണ്ടത് വി ഹാവ് ടു പർച്ചേസ് ഓൺ ഡിബെഞ്ചേഴ്സ് അല്ലെ അറ്റ് 1,98,000 rupees. 31st മാർച്ചിന് നമ്മൾ വാങ്ങിച്ചതാണ് അറ്റ് 99 rupees അല്ലെ. അപ്പോൾ ഓൺ ഡിബെഞ്ചർ വാങ്ങിക്കാനുള്ള പൈസയും എവിടെ നിന്നായിരിക്കണം നമ്മൾ ആക്ച്വലി ജനറേറ്റ് ചെയ്യേണ്ടത്? ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ്സ് ദാറ്റ് വി ഹാവ് മെയ്ഡ് ഫോർ ദ എൻറ്റയർ ഔട്ട്സ്റ്റാൻഡിങ് 16 lakh ഡിബെഞ്ചേഴ്സ്. അതിൽ 2,000 ഡിബെഞ്ചർ ആണ് നമ്മൾ ഓൺ ഡിബെഞ്ചർ ആയിട്ട് തിരികെ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ അത്രയും മേലുള്ള ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി നൗ സെറ്റിൽ so that we can buy these own debentures. Now അത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അക്കൗണ്ടിങ് എഫക്റ്റിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കാരണം 2,000 ഓൺ ഡിബെഞ്ചറും വാങ്ങിക്കുന്നു, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി റിഡീമും ചെയ്യുന്നുണ്ട്. എല്ലാം നടക്കുന്നത് ഒരു ദിവസമാണ്. അപ്പോൾ ഇൻ എഫക്റ്റ് ഫുൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിൽക്കുക തന്നെ വേണം. പക്ഷേ ഓൺ ഡിബെഞ്ചറിന് വേണ്ടി നമ്മളൊരു 2,000 ഡിബെഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് വിറ്റു. നമ്മൾക്ക് ആ കോൺസെപ്റ്റ് ഒക്കെ അറിയാം എന്നുള്ളതെന്ന് കാണിക്കാൻ വേണ്ടി കൂടി കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ അക്കൗണ്ട്സ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി വാട്ട് വി വിൽ ഡു ഐദർ ഓൺ 1 day prior or on 31st March നമ്മൾ എന്ത് കാണിക്കും? വി വിൽ സേ ദാറ്റ് വി ഹാവ് സോൾഡ് part of those investments which were created for those 2,000 debentures which were purchased now as own debentures. അതിനു വേണ്ടി മാറ്റി വെച്ച 15% നമ്മൾ ആദ്യമേ റിയലൈസ് ചെയ്യുന്നതായിട്ട് കാണിക്കും. ഇനി ഈ 2,000 വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുണ്ട്. കാരണം 16,000 ഡിബെഞ്ചറിനുള്ളിലാണ് ഈ 2,000 ഡിബെഞ്ചേഴ്സ് ഉള്ളത്. അതാണ് നമ്മൾ തിരികെ വാങ്ങിച്ചത്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് അതിനും കൂടെ ചേർത്താണ് നടത്തിയത്. സോ അത്രയും പോർഷൻ നമ്മൾ ആദ്യമേ വിറ്റതായിട്ട് കാണിക്കുകയാണ്. സോ 2,000 into 100 into 15%. So which means 30,000 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് പൈസ റെഡിയാക്കി. The next step would be to purchase those investment in own debenture. So അതിന്റെ എൻട്രി എന്തായിരിക്കും വരിക? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൺ ഡിബെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് 2,000 debentures into 99. ഇവിടെ കം ഇൻട്രസ്റ്റ് എക്സ് ഇൻട്രസ്റ്റ് കോൺസെപ്റ്റ് ഒന്നും വരുന്നില്ല. കാരണം സെയിം ഡേ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത്. സോ 2,000 ഡിബെഞ്ചേഴ്സിന് നമ്മൾ എത്ര രൂപ കൊടുത്തു കാണും? 1,98,000 കൊടുത്തു കാണും. ആൻഡ് ബാങ്കിൽ നിന്ന് നമ്മളുടെ 1,98,000 പോയി കാണും. ഇതൊന്നും നമ്മൾക്ക് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്ററായി നടന്നാൽ മതി. ഇതൊക്കെ വരുന്നുണ്ട്. സോ ഈ 1,98,000 ബാങ്കിൽ നിന്ന് പേ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി ബാങ്കിൽ കുറച്ചുണ്ടാവും. അതിന് ഒരു അസിസ്റ്റൻസ് ആയിട്ട് ഈ 30,000 നമ്മൾ വിറ്റ് ആ 30,000 കൂടെ ചേർത്താണ് നമ്മൾ 1,98,000 ഓൺ ഡിബെഞ്ചർ വാങ്ങിക്കുന്നത്. That is clear. The next step would be what? Own debenture നമ്മൾ ക്യാൻസൽ ചെയ്യണം. Cancelling 12% debentures. Account debit 2 lakh. 2. Investment in own debenture 1,98,000. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് CMA സിലബസ് പോലെ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന കാരണം I will take this profit to capital reserve. CA students can record here instead of capital reserve profit on cancellation. So ഈ എൻട്രിയുടെ എഫക്റ്റ് മാത്രം നമ്മുടെ ബുക്സിൽ കാണിക്കണം. കാരണം നമ്മളോട് ഡിബെഞ്ചർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നു.
അപ്പോൾ ഡിബെഞ്ചർ അക്കൗണ്ടിൽ വരുന്ന എഫക്റ്റ് നമ്മൾ കാണിക്കേണ്ടി വരും ത്രൂ ക്യാൻസലേഷൻ ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ്. സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൺ debentures 1,98,000 to capital reserve 2,000. Yeah. So cancellation കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്താണ് അടുത്തത് ബാക്കിയുള്ളത്? അപ്പോൾ 16,000 ഡിബെഞ്ചേഴ്സിൽ 2,000 ഡിബെഞ്ചേഴ്സിന്റെ റിഡംഷൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 14,000 ഡിബെഞ്ചേഴ്സും നമ്മൾ റിഡീം ചെയ്യണം. അതിന് പൈസ നമ്മൾ ഉണ്ടാക്കണം. ആ പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിനുവേണ്ടി മാറ്റി വെച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ആദ്യം വെച്ച് കിട്ടുന്ന അത്രയും പൈസ റെഡിയാക്കാം. ബാക്കി നമ്മളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന്. സോ അഗൈൻ 31st മാർച്ചിൽ വി വിൽ സെൽ ദ റിമൈനിങ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇനി ഇൻവെസ്റ്റ്മെന്റിൽ ലാഭമൊന്നും വിൽക്കുമ്പോൾ കിട്ടുന്നതായിട്ട് പറയുന്നില്ല, എല്ലാം പാറിലാണ് വിൽക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് കാണിക്കും? ബൈ ബാങ്ക് എന്ന് വീണ്ടും പറഞ്ഞ് കാണിക്കുകയാണ്. ബൈ ബാങ്ക് എത്രയാണ്? 14,000 debentures into 100 into 14%. Now, how did I get this 14%? 16,000 minus 2,000 own debentures. ഇവിടെയും ഓൺ ഡിബെഞ്ചർ എന്ന് വേണം ബ്രാക്കറ്റിൽ. ഇനി നോക്കിയാൽ അറിയാം, ഈ ക്രെഡിറ്റ് സൈഡിൽ നോക്കിയാൽ സെയിം ഡേറ്റിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും എഫക്റ്റിൽ വരുന്നില്ലെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. പക്ഷേ ഓൺ ഡിബെഞ്ചറിന് വേണ്ടിയാണ് ആദ്യത്തെ പേയ്മെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് വിറ്റതെന്നും ബാക്കിക്ക് വേണ്ടിയാണ് അടുത്ത സെറ്റ് വിറ്റതെന്നും ഒന്ന് പ്രസന്റേഷനിൽ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് തരം തിരിച്ച് കാണിച്ചത്. ഒന്നായിട്ട് എഴുതിയാലും ആൻസർ ടാലി ആകും. പക്ഷെ ചിലപ്പോൾ പ്രസന്റേഷനിൽ ഓൺ ഡിബെഞ്ചറിനെ കുറിച്ച് പറയാത്തതിൻ്റെ ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു സ്പ്ലിറ്റ് ആൻഡ് ഷോ. സോ 2,10,000 ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് കിട്ടും. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും ക്ലോസ് ആകും. ഇൻവെസ്റ്റ്മെന്റ് പാറിൽ തന്നെയാണ് വിറ്റതും കിട്ടിയത്, സോറി ഇൻവെസ്റ്റ് ചെയ്തതും വിറ്റതും. സോ ഇൻവെസ്റ്റ്മെന്റ്സ് വിറ്റ് കഴിഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ്സ് വിറ്റ് കഴിയുമ്പോൾ കിട്ടുന്ന പൈസ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ റിഡംഷനിലേക്ക് കൊണ്ടുപോകും. എങ്ങനെ റിഡീം ചെയ്യും? 12% ഡിബെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്. ഓൾറെഡി 2,000 ഡിബെഞ്ചർ നമ്മൾ എഴുതി തള്ളി. അപ്പം ബാക്കി 14 ലക്ഷത്തിന്റെ കാര്യം എഴുതിയാൽ മതി. ഇനി പ്രീമിയത്തിൽ പേ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, വിച്ച് മീൻസ് പാറിൽ തന്നെയാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. സോ എൻട്രി വിൽ ബി 12% debenture account debit to debenture holders 14 lakh, and the next entry will be debenture holders account debit 14 lakh to bank 14 lakh. Yeah. So debenture holders ഇവിടെ നമ്മൾക്ക് എഴുതാനില്ല, പക്ഷേ ഡിബെഞ്ചർ ഹോൾഡേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിബെഞ്ചറിനെ അഫക്റ്റ് ആവുന്ന ഒരു എൻട്രി അല്ലേ, അത് മാത്രം നമ്മൾക്ക് കാണിച്ചു പോകും. We will see that to debenture holders. ബാക്കി എല്ലാ ലെഡ്ജേഴ്സും പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ കൂടെയൊക്കെ ലെഡ്ജർ പ്രസന്റ് ചെയ്യാനും എഴുതാനും കാണും. അപ്പോൾ അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് മാത്രം റെക്കോർഡ് ചെയ്യുന്നത്. ബാക്കി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന എൻട്രീസ് ഒക്കെ ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. സോ ഡിബെഞ്ചർ അക്കൗണ്ടും ക്ലോസ് ആയി. ഡിബെഞ്ചറിന് വേണ്ടി റിഡംഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റും ക്ലോസ് ആയി. DRR മാത്രം ക്ലോസ് ആകാതെ കിടക്കുകയാണ്. DRR എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്? റിഡംഷൻ നടന്നിട്ടുണ്ടെങ്കിൽ റിഡംഷൻ കഴിയുമ്പോൾ എത്രയായിരുന്നു ഫേസ് വാല്യൂ ഉണ്ടായിരുന്നത് റിഡീം ചെയ്ത ഡിബെഞ്ചേഴ്സിന്റെ അത്രയും അവർ ക്രിയേറ്റ് ചെയ്ത DRR നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? വി വിൽ ട്രാൻസ്ഫർ ഇറ്റ് ടു ജനറൽ റിസർവ്. സോ ഇവിടെ ഓൺ 31st March 2012 ബുക്സിൽ ഉണ്ടായിരുന്ന amount we will transfer to general reserve 4 lakh. Yeah, because 16 lakh ആണ് ഫേസ് വാല്യൂ. അതിന് 25% ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്. അത് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഫിറ്റിന്റെ ആവശ്യം നമ്മൾക്കില്ല. അത് ഇമ്മീഡിയറ്റ്ലി ജനറൽ റിസർവിലേക്ക് ഫ്രീ റിസർവ് ആക്കി മാറ്റിക്കൊള്ളുക to the extent of this 4 lakh. So if you see, നമ്മൾ P&L അപ്രോപ്രിയേഷനിൽ നിന്ന് 3 ലക്ഷം ആ വർഷം കൊണ്ടുവന്നു. ഒരു ലെഡ്ജറിൽ നിന്ന് അല്ലെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നു. അതേ വർഷം തന്നെ ആ സ്റ്റേറ്റ്മെന്റിന്റെ പോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മറ്റൊരു ജനറൽ റിസർവിലേക്ക് നമ്മൾ തിരികെ ഇടുന്നത്. So in effect it is not much of a
അഡ്ജസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ നെറ്റ് എഫക്റ്റ് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ ഇവിടെ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ അവർ നോക്കുന്നത് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മിനിമം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാമോ, ബാക്കി വരുന്നത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് അറിയാമോ എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് പണ്ടുണ്ടായിരുന്ന സിലബസ് പ്രകാരമായിരുന്നെങ്കിൽ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട് ലെങ്തി പ്രോബ്ലംസ് ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ആ ലെങ്തി മാറ്റി കോൺസെപ്ച്വൽ ക്ലാരിറ്റിയിൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട്. So with that we have completed all the questions from redemption of debenture chapter, and conceptually also we have covered all the journal entries and notes. So if at all you get a very extensive problem where you have to do from start of the year, അങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ള ഡീറ്റെയിലി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. സോ ഈ ജേർണൽ എൻട്രി പഠിക്കാതിരിക്കരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും ഡിസ്കഷൻ ബേസിക്സിൽ. So I hope it is clear. Please remember the changes also, and നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം മാത്രം നോട്ടിൽ എഴുതുക, നിങ്ങളുടെ മനസ്സിലും രജിസ്റ്റർ ചെയ്യുക. അടുത്ത സ്ട്രീമിന് വേണ്ടി ഞാൻ പറഞ്ഞത് ഒരൊറ്റ ക്ലാസ്സിൽ ആ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസ് മാത്രം കമ്പാരറ്റീവ് സ്റ്റഡി നടത്തി അങ്ങ് പറഞ്ഞു പോകാനാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവേണ്ട കാര്യം നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം take it into consideration and try to remember it. So please try out any additional question of similar manner, and if you have any doubts, do let me know. So till we meet again, stay safe and